ഹലോ മക്കളെ, വെൽക്കം ടു സണ്ണി സാർ ഫ്രീ ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടു ഓൾ. നമ്മൾ പഠിക്കാൻ പോകുന്നത് SSLC മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 4 എക്സസൈസ് 2 ആണ്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ പേജ് നമ്പർ 76 എടുക്കുക. അതിനകത്ത് ആക്ടിവിറ്റീസിന്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഇതേ ആക്ടിവിറ്റീസിന്റെ സൊല്യൂഷൻസ് ഈ വീഡിയോയുടെ താഴെ ലിങ്കിൽ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ വീഡിയോ കാണാൻ സമയമില്ലാത്തവർ ഡൗൺലോഡ് ചെയ്ത് എന്ത് ചെയ്യുക, അത് കണ്ട് പഠിക്കുകയാണ്. പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോ ക്വസ്റ്റ്യൻ ഇവിടെ സ്ക്രീനിൽ വരുന്നുണ്ടായിരിക്കും, അത് കാണുക, എന്നിട്ട് നോക്കുക, അതിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇൻ ഈച്ച് ഓഫ് ദ പ്രോബ്ലംസ് ബിലോ, താഴെ തന്നിരിക്കുന്ന പ്രോബ്ലത്തില് കമ്പ്യൂട്ട് ദ പ്രോബബിലിറ്റി ആസ് എ ഫ്രാക്ഷൻ ആൻഡ് ദെൻ റൈറ്റ് ഇറ്റ് ഇൻ ഡെസിമൽ ഫോം ആൻഡ് ആസ് എ പെർസെന്റേജ്. നിങ്ങൾ അതിന്റെ ഉത്തരം ഫ്രാക്ഷൻ ആയിട്ട് എഴുതണം, ഭിന്നസംഖ്യ ആയിട്ട് എഴുതണം, ഡെസിമൽ ഫോമിൽ ദശാംശ രൂപത്തിൽ എഴുതണം, പെർസെന്റേജ് എന്താണ് പെർസെന്റേജിന്റെ രൂപത്തിലും എഴുതണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. If one number from 1 to 3 to 10 is chosen, what is the probability that it is a prime number? അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 മുതൽ 10 വരെയുള്ള കുറച്ച് സംഖ്യകളുണ്ട്. ആ സംഖ്യകളിൽ നിന്ന് നിങ്ങൾ ഒരു നമ്പർ എടുക്കുന്നു, കണ്ണടച്ച് ഒരു നമ്പർ എടുക്കുന്നു. ഓക്കെ, അത് ഒരു പ്രൈം നമ്പർ ആവാനുള്ള സാധ്യത അഥവാ എന്താണ് അഭാജ്യ സംഖ്യ. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതിനകത്ത് കണ്ണടച്ച് ഒരു നമ്പർ എടുക്കുമ്പോ അത് പ്രൈം നമ്പറോ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യയോ ആവണം. എന്താണ് മക്കളെ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ? ഉദാഹരണമായിട്ട് 4 എന്ന് പറഞ്ഞ സംഖ്യയെ സാറിന് 2 × 2 എന്ന് എഴുതാൻ പറ്റും, 1 × 4 എന്ന് എഴുതാൻ പറ്റും. എന്നാൽ 5 എന്ന സംഖ്യയെ എനിക്ക് 1 × 5 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അതായത് ഈ 5 എന്ന സംഖ്യ കിട്ടുന്നത് ആ സംഖ്യയും പിന്നെ 1 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ്. പക്ഷെ 4 എന്ന സംഖ്യ കിട്ടുന്നത് ആ സംഖ്യയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും മാത്രമല്ല, വേറെ 2 സംഖ്യകൾ കുടിച്ചാലും 4 കിട്ടും. അപ്പൊ ഇത് പ്രൈം നമ്പർ അല്ല, ഇത് പ്രൈം നമ്പർ ആണ്. അപ്പൊ പ്രൈം നമ്പറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം നമ്പർ കിട്ടുന്നത് അതിന്റെ ഫാക്ടർ എന്ന് പറയുന്നത് അതും പിന്നെ 1 ആയിരിക്കും, അതും പിന്നെ 1 ആയിരിക്കും. ഓക്കെ, ഇതാണ് പ്രൈം നമ്പറിന്റെ ഒന്നാമത്തെ ഡെഫിനിഷൻ. രണ്ടാമത്തെ ഡെഫിനിഷൻ, പ്രൈം നമ്പർ ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ 1. ഒന്നിനേക്കാളും വലുതായിരിക്കണം. മനസ്സിലായോ? ഒന്നിനേക്കാളും വലുതായിരിക്കണം ആര്? പ്രൈം നമ്പർ. അപ്പോ 1 ഒരു പ്രൈം നമ്പർ അല്ല. മനസ്സിലായോ? ഒന്നിനേക്കാൾ വലുതാവണ്ടേ, അപ്പൊ 1 ഒരു പ്രൈം നമ്പർ അല്ല. ഇനി ഓരോന്നും പ്രൈം നമ്പർ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? ഇതേപോലെ ആ സംഖ്യയെ വേറെ ഏതെങ്കിലും സംഖ്യകൾ തമ്മിൽ വിളിച്ചാൽ കിട്ടുമോ എന്ന് നോക്കാം. നമുക്ക് 2 നോക്കാം. നമുക്ക് 2 എന്ന് പറഞ്ഞ സംഖ്യ നമുക്ക് 2 × 1 എന്ന് മാത്രം ചെയ്താലേ കിട്ടത്തുള്ളൂ. വേറെ ഏതെങ്കിലും 2 സംഖ്യ നമ്മൾ വിളിച്ചാൽ 2 കിട്ടില്ല. അതുകൊണ്ട് 2 എന്ന് പറയുന്നത് എന്താണ്? പ്രൈം നമ്പർ ആണ്. കിട്ടിയല്ലോ. ഇനിയാണ് ഏറ്റവും ഈസി മെത്തേഡ്. ഈ 2ന്റെ എല്ലാ മൾട്ടിപ്പിൾസും വെട്ടിക്കളയാ, അതൊന്നും പ്രൈം നമ്പർ അല്ല. കണ്ടോ? 2ന്റെ മൾട്ടിപ്പിൾസ്, അതായത് 2ന്റെ പട്ടിക ചൊല്ലുമ്പോൾ 2, 2, 2, 4, 3, 2, 6, 4, 8, 2, 10. അതിനുശേഷം വരുന്ന ആള് പ്രൈം നമ്പർ ആയിരിക്കും. അതെന്താണ്? 3. അപ്പോ ഒരാൾ 2 കിട്ടി, ഒരാൾ 3 കിട്ടി. ഇനി 3ന്റെ മൾട്ടിപ്പിൾസ് എല്ലാം വെട്ടിക്കളയാ. 1, 3, 3, 2, 3, 6, അത് ഓൾറെഡി വെട്ടി. 3, 3, 9, 4, 12, 12 ഇല്ല, നമുക്ക് 10 വരെ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ അടുത്ത ബ്രാക്കറ്റിൽ വരുന്നത് എന്താണ്? 5 ആണ്. 5 പ്രൈം നമ്പർ ആണ്. 5ന്റെ മൾട്ടിപ്പിൾസ് വെട്ടിക്കളയാ. 1, 5, 2, 5, 10, അത് ഓൾറെഡി വെട്ടിപ്പോയി. ഇനി ഇവിടെ എന്തെങ്കിലും ബാക്കിയുണ്ടോ? അത് 7 ആണ്. 7ഉം പ്രൈം നമ്പർ ആണ്. 7ന്റെ മൾട്ടിപ്പിൾസ് എല്ലാം വെട്ടിക്കളയാ. 7, 1, 7, 2, 14, 14 വെട്ടാനില്ല, നമുക്ക് 10 വരെ ഉള്ളൂ. 20 വരെ ചോദിക്കുന്ന സമയത്ത് 14 വെട്ടിക്കളയാം. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമുക്ക് എത്ര നമ്പർ കിട്ടി മക്കളെ? 2, 3, 5, 7 എന്ന് പറഞ്ഞിട്ട് എത്ര നമ്പർ കിട്ടി? 4 നമ്പർ കിട്ടി. സാർ ഇതിനൊരു ഈവന്റ് ആക്കി കൊടുക്കണേ, ഈവന്റ് എ. അതായത് ഞാൻ ഇതിനൊരു പേര് കൊടുക്കണേ, എ എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സ്. അപ്പൊ ഞാനിവിടെ പേര് കൊടുക്കണേ A is equal to prime numbers അഥവാ അഭാജ്യ സംഖ്യകൾ. ഓക്കെ, അപ്പൊ പ്രൈം നമ്പർ A ആണ്. ഓക്കെ, ഇനി പ്രോബബിലിറ്റി കാണാൻ നമ്മൾ പോണത് കേട്ടോ. ക്ലിയർ? യെസ്. അപ്പൊ നമ്പർ ഓഫ് എയിൽ എത്ര പേരുണ്ട്? 1, 2, 3, 4. എത്ര പേരുണ്ട്? 4 പേരുണ്ട്. ഓക്കെ, ക്ലിയർ? യെസ്. ഇനി പ്രോബബിലിറ്റി ഓഫ് എ കിട്ടാനുള്ള സാധ്യത ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എയിലെ എണ്ണം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എസ് ടോട്ടൽ.
അപ്പൊ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പേഴ്സ്. അത് എത്രയാണ് മക്കളെ? 10 ടോട്ടൽ നമ്പേഴ്സ് എത്രയുണ്ട്? 10 അപ്പൊ ഇതിന്റെ ആൻസർ പറയുമ്പോൾ 4/10. മനസ്സിലായോ? ഓക്കെ. ഇതിനെ നമുക്ക് ചെറുതാക്കി എഴുതുമ്പോ 4നെ നമുക്ക് 2x2 എന്നും 10നെ നമുക്ക് 2x5 എന്നും എഴുതാം. അപ്പൊ ഈ 2 വെട്ടിപ്പോയി. ഏറ്റവും ചെറിയ രൂപം 2/5. ഇതാണ് ഫ്രാക്ഷൻ. ഓക്കെ. അടുത്ത ചോദ്യം അവര് പറഞ്ഞേക്കണേ ഇതേ ഉത്തരം തന്നെ നിങ്ങള് ദശാംശ രൂപത്തിൽ എഴുതുക. അപ്പോ 4/10നെ നമുക്ക് 10 കൊണ്ട് കഴിക്കുമ്പോൾ ഒരു സ്ഥാനം കഴിഞ്ഞ് കുത്തിടാം. 0.4. ഇവിടെ ഒരു കുത്തിട്ടാ മതി. അതിന് 0 ചേർത്തുന്നു. അടുത്തത് ഇതിന്റെ പെർസെന്റേജ് രൂപത്തിൽ എഴുതണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? 4/10 ഇൻറ്റു ഒരു 100 ചെയ്യാ. 100%. കണ്ടാ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 0 വെട്ടിപ്പോയി. 4 × 10 40. 40%, 40% ആണ് സാധ്യത. അതിന്റെ അർത്ഥം നിങ്ങൾ 10 തവണ ഇങ്ങനെ കൈയിട്ടെടുക്കുമ്പോൾ 4 തവണ എപ്പോഴും നിങ്ങൾക്ക് എന്തായിരിക്കും ലഭിക്കുക? പ്രൈം നമ്പേഴ്സ് ആയിരിക്കും ലഭിക്കുക. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. കിട്ടിയല്ലോ. അപ്പൊ സാർ ഇവിടെ എന്താണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്? ആദ്യം സാർ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണോ അതിനൊരു പേരിട്ടു എ. നിർബന്ധമില്ല അങ്ങനെ ചെയ്യണമെന്ന്. അപ്പൊ എനിക്ക് എ എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സ്. എന്നിട്ട് ഞാൻ പ്രൈം നമ്പേഴ്സിനെ കണ്ടുപിടിച്ച് എയിൽ എഴുതി. എന്നിട്ട് ഞാൻ നമ്പർ ഓഫ് എയിലെ എണ്ണം എഴുതി 4. ഓക്കെ. ടോട്ടൽ എത്ര പേരുണ്ട്? അതിന്റെ പേരാണ് എസ്. നമ്പർ ഓഫ് എസ്, സാമ്പിൾ സ്പേസ്. നമ്പർ ഓഫ് എസ് ഞാൻ എഴുതി 10 എഴുതി. ഇനി എനിക്ക് എന്താ വേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് എ കിട്ടുവാനുള്ള സാധ്യത. അപ്പൊ എ എന്താണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രൈം നമ്പർ ആണല്ലോ. അപ്പൊ വീണ്ടും പ്രൈം നമ്പർ എഴുതണോ? വേണ്ട. എ കിട്ടാനുള്ള സാധ്യത പി ഓഫ് എ ഈക്വൽ ടു എൻ ഓഫ് എ ഡിവൈഡ് ബൈ എൻ ഓഫ് എസ്. ഇങ്ങനെ എഴുതുന്ന യാതൊരു നിർബന്ധമില്ല. ഉത്തരം മാത്രം എഴുതിയാൽ മതി. 4/10. ഓക്കെ. 2 × 2 2 × 5 2 വെട്ടിപ്പോയി. ഫൈനൽ ആൻസർ 2/5. അപ്പൊ ഇവിടെ 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ഫ്രാക്ഷൻ ആക്കി എഴുതണം, ഒന്ന് ദശാംശ രൂപത്തിൽ എഴുതണം, ഒന്ന് പെർസെന്റേജ് രൂപത്തിലും എഴുതണം. മനസ്സിലായോ? ഇത് തന്നെ നമ്മുടെ താഴെ നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അത് പഠിക്കാവുന്നതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിനകത്ത് തന്നെയുള്ള സെക്കൻഡ് എന്താണ് ചോദിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ വീണ്ടും ക്വസ്റ്റ്യൻ വരട്ടെ. അപ്പൊ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? If one number from 1, 2, 3 to 100 is chosen. ഇപ്പൊ 10 അല്ല 100 വരെ പോവാം. What is the probability that it is a 2-digit number? അതൊരു 2-digit നമ്പർ ആവാനുള്ള സാധ്യത എന്താണെന്നാണ് ചോദ്യം. അതായത് 1 മുതൽ 100 വരെയുള്ള സംഖ്യകള് നമ്മൾ എന്ത് ചെയ്യുന്നു? എടുക്കുന്നു. അതിനകത്ത് നിന്നും 2 അക്ക സംഖ്യകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ഓക്കെ. അത് 2 അക്ക സംഖ്യ ആകാനുള്ള സാധ്യത എന്താണെന്ന് ചോദ്യം. ഒരു നമ്പർ സെലക്ട് ചെയ്തു, അത് 2 അക്ക സംഖ്യ ആവണം. അതിനുള്ള സാധ്യതയാണ് ചോദിക്കുന്നത്. ഓക്കെ. ക്ലിയർ? യെസ്. അപ്പൊ നമ്മൾ നമ്പർ എഴുതിയാണ് മക്കളെ. നേരത്തെ പോലെ നമുക്ക് 100 എണ്ണം ഇവിടെ എഴുതാൻ പറ്റില്ല. ആദ്യത്തെ 2 എണ്ണവും പിന്നെ അവസാനത്തെ എഴുതി. ഓക്കെ. അപ്പൊ ഈ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ് മക്കളെ? 100 നമ്പർ ഉണ്ട്. ഇത് നിങ്ങൾ കണ്ണടിച്ച് ഒരു നമ്പർ എടുത്തു, അത് 2 ഡിജിറ്റ് ആയിരിക്കണം. എത്ര നമ്പർ ഉണ്ട്? ടോട്ടല് 100 നമ്പർ. അപ്പൊ ടോട്ടൽ നമ്പേഴ്സ് ആകെ സംഖ്യകൾ അത് എത്രയുണ്ട്? 100. എത്രയുണ്ട്? 100. ക്ലിയർ ആണല്ലോ. ടോട്ടൽ നമ്പേഴ്സ് എത്രയുണ്ട് മക്കളെ? 100 ഉണ്ടല്ലോ. 100 സംഖ്യകളുണ്ട്. 1 മുതൽ 100 വരെയുള്ള സംഖ്യകളാണ് ടോട്ടൽ നമ്പേഴ്സ്. സോ നമ്പർ ഓഫ് എസ് ഇസ് ഈക്വൽ ടു 100. ഓക്കെ. കിട്ടിയല്ലോ. യെസ്. അപ്പൊ എസ് എന്തിനാ സൂചിപ്പിക്കുന്നത്? ടോട്ടൽ നമ്പേഴ്സ്. കണ്ടോ? അപ്പൊ നമ്പർ ഓഫ് എസ് എന്തായിരിക്കും? 100. അതവിടെ എഴുതി വെച്ചു. ഇനി നമ്മുടെ ചോദ്യം എ എന്താണ് ചോദ്യം? 2-digit നമ്പേഴ്സ് അല്ലെ? അതായത് 2 അക്ക സംഖ്യകൾ. അപ്പൊ മക്കളെ 2 അക്ക സംഖ്യകളിൽ ആരൊക്കെയായിരിക്കും? നമുക്കറിയാം ഇങ്ങനെ പോയി 2 അക്ക സംഖ്യ ആരംഭിക്കുന്നത് 10-ലാണ്. അങ്ങനെ പോയി 2 അക്ക സംഖ്യ അവസാനിക്കുന്നത് 99-ലാണ്. ശരിയല്ലേ? അതായത് ഇത് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ പഠിച്ചില്ലേ? 10, 11 ഇങ്ങനെ പോയി 99-ൽ അവസാനിക്കുന്ന ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. എത്ര ആൾക്കാർ ഇതിന്റെ ഇടയിലുണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ലാസ്റ്റ് ടേമിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കണം. 99 - 10 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് കൊണ്ട് ഹരിക്കണം. ഇവിടെ കോമൺ ഡിഫറൻസ് 1 ആണ്. 1
ഇതെല്ലാം ചെയ്തതിനു ശേഷം ഒരു 1 അതിനോട് കൂട്ടണം. അതാണ് n. എന്താണ് n കണ്ടുപിടിക്കാനായിട്ട്? ലാസ്റ്റ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കണം. 99 - 10 ഡിവൈഡഡ് ബൈ എത്രയാണോ കൂടി കൂടി പോകുന്നത് ആ കോമൺ ഡിഫറൻസ് കൊണ്ട് ഹരിക്കണം. അപ്പോ കിട്ടുന്ന ആൻസറിനോട് ഒരു 1 കൂട്ടിയാൽ അത്രയും നമ്പേഴ്സിന്റെ ഇടയിലുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 99 - 10 89 ഡിവൈഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ 89 കിട്ടൂലേ? കിട്ടും. പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 90. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പോ 90 സംഖ്യകളാണ് മക്കളെ രണ്ടക്ക സംഖ്യകളായിട്ടുള്ളത്. എത്ര സംഖ്യകളാണ്? 90. സോ നമ്പർ ഓഫ് എ ഈസ് ഈക്വൽ ടു 90. ഇനി പ്രോബബിലിറ്റി ഓഫ് എ കിട്ടാനുള്ള സാധ്യത നമ്പർ ഓഫ് എ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എസ്. എയുടെ എണ്ണം 90 ഡിവൈഡ് ബൈ ടോട്ടല് 100. സോ 0 വെട്ടിപ്പോയി 9/10. നമുക്ക് ഇനി ചെറുതാക്കാൻ പറ്റുമോ? പറ്റൂല. ഇനി ഇതിനെ നമുക്ക് ദശാംശ രൂപത്തിൽ എഴുതിയാൽ 9/10 ഒരു സ്ഥാനം കഴിഞ്ഞ് കുത്തിട. ദാറ്റ് ഈസ് 0.9. ഓക്കെ. ഇനി ഇതിനെ പെർസെന്റേജ് രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ 9/10 × 100 0 ഗെറ്റ് ക്യാൻസൽ 90%. മനസ്സിലായോ? അതായത് നിങ്ങൾ കണ്ണടച്ച് അതിൽ ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാല് 100 തവണ നിങ്ങൾ അങ്ങനെ എടുക്കുമ്പോൾ 90 തവണയും നിങ്ങൾക്ക് കിട്ടുന്നത് രണ്ടക്ക സംഖ്യ ആയിരിക്കും. ഒരു 10 തവണ മാത്രമാണ് നിങ്ങൾക്ക് എന്തുള്ളൂ ഒറ്റ സംഖ്യ കിട്ടാനുള്ള സാധ്യത. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ അതിനകത്ത് തന്നെ ഉള്ള അടുത്ത ക്വസ്റ്റ്യൻ. എവറി 3 ഡിജിറ്റ് നമ്പർ ഈസ് റിട്ടൺ ഇൻ എ സ്ലിപ്പ് ഓഫ് പേപ്പർ. നമ്മള് ഓരോ 3 അക്ക സംഖ്യകളും ഓരോ പേപ്പറിൽ എഴുതി. ആൻഡ് ഓൾ സ്ലിപ്സ് ആർ പുട്ട് ഇൻ എ ബോക്സ്. അതെല്ലാം കൂടി നമ്മൾ ഒരു ബോക്സിനകത്ത് കിട്ടും. ഓക്കെ. ഇഫ് വൺ സ്ലിപ്പ് ഈസ് ഡ്രോൺ, എന്നിട്ട് അതിൽ നിന്ന് കണ്ണടച്ച് ഒരു സ്ലിപ്പ് എടുത്തു. വാട്ട് ഈസ് എ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ പാലിയൻഡ്രോം? ഇത് പാലിയൻഡ്രോം നമ്പർ ആവാനുള്ള സാധ്യത എന്താണ്? ഇതാണ് 3ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ. ഇപ്പൊ പാലിയൻഡ്രോം സംഖ്യ എന്നുള്ളത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ്, പുതിയ കാര്യമല്ല. പക്ഷെ അതെങ്ങനെ കണ്ടെത്തണം എന്നുള്ളത് സാർക്ക് ഇവിടെ പറഞ്ഞുതരാം കേട്ടോ, വിഷമിക്കണ്ട. ഓക്കെ. ആദ്യം തന്നെ പാലിയൻഡ്രോം നമ്പർ ഏതാണെന്ന് നോക്കണ്ടേ നമുക്ക്. ഇപ്പോ 121 ഐഡിയയുടെ എന്താണ് കസ്റ്റമർ കെയർ നമ്പർ. ഈ നമ്പർ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് വായിച്ചാൽ എന്താണ്? സെയിം ആണ്. കണ്ടാ? അതാണ് പാലിയൻഡ്രോം നമ്പർ. ഇപ്പൊ നമ്മൾ മലയാളം എഴുതുമ്പോ മലയാളം തിരിച്ചു നോക്കിയേ മലയാളം. കണ്ടാ? അങ്ങോട്ട് വായിച്ചാലും ഇങ്ങോട്ട് വായിച്ചാലും എന്താണ്? സെയിം അല്ലേ? സെയിം ആണ്. വേറൊരു വാക്കും മലയാളത്തിൽ വികട കവി. വായിച്ചു നോക്കിയേ വികട കവി. കണ്ടാ? അങ്ങനെ കുറെ കണ്ടെത്താൻ പറ്റും നമുക്ക്. പക്ഷെ മാത്സിൽ വരുമ്പോൾ ഇതേപോലെ നമ്പർ ഉണ്ട്. അതാണ് പാലിയൻഡ്രോം നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. നമ്മളോട് പറയുന്നത് 3 അക്ക സംഖ്യകള് നമ്മൾ എന്താണ് ഒരു പേപ്പറിൽ എഴുതി. സപ്പോസ് 1 2 3. കണ്ടാ? കുറെ നമ്പറുകൾ എഴുതാൻ പറ്റും. എന്നിട്ട് ആ നമ്പറുകളൊക്കെ നമ്മൾ ഒരു ബോക്സിലേക്ക് ഇട്ടു. എന്നിട്ട് കണ്ണടച്ചിട്ട് ഒരു നമ്പർ എടുത്തു. ആ നമ്പർ 121 ആയാൽ എന്താണ്? പാലിയൻഡ്രോം നമ്പറാണ്. ഓക്കെ. അത് 125 ആയാലോ? അതല്ല, അത് പാലിയൻഡ്രോം നമ്പർ അല്ല. അപ്പൊ പാലിയൻഡ്രോം നമ്പർ നമുക്ക് കിട്ടാനുള്ള സാധ്യത എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. ഒരു എളുപ്പ വഴി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച 2 ഡിജിറ്റ് നമ്പർ അത്രയും തന്നെ എന്തുണ്ടാവും? പാലിയൻഡ്രോം നമ്പർ ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ അങ്ങനെ കാണാപ്പുറം പഠിച്ചു നോക്കാം. അപ്പൊ പെട്ടെന്ന് ആൻസർ എഴുതാം. അല്ലെങ്കിൽ ഇത് എങ്ങനെ വന്നു എന്നുള്ളത് ടെക്നിക്കലായിട്ട് മനസ്സിലാക്കാം. ഓക്കെ. അപ്പോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് എന്താണ് മക്കളെ? സാമ്പിൾ സ്പേസ് ആണ് അല്ലെ? സാമ്പിൾ സ്പേസ്. നമ്പർ ഓഫ് എസ് ആണ് നമുക്ക്. അടിയിൽ ഏതാണ് എണ്ണം വേണ്ടേ? അത് എത്രയാണ്? അതെന്ന് പറഞ്ഞാൽ 3 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പൊ എസ് ഇസ് ഈക്വൽ ടു 3 ഡിജിറ്റ് നമ്പർ അല്ലെ? അപ്പൊ 3 ഡിജിറ്റ് നമ്പർ ടോട്ടൽ എത്രയുണ്ട്? 100 സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ. ഇങ്ങനെ പോയി എവിടെ അവസാനിക്കുന്നു? 999 അവസാനിക്കും. ഓക്കെ. അപ്പൊ 100 കഴിഞ്ഞ അടുത്ത ആളായിരിക്കും 101 അല്ലെ? അപ്പൊ ഇവിടെ +1 വെച്ചാണ് കൂടി പോകുന്നത്. ഇനി കാണാനുള്ള ഫോർമുല എന്താണ്? ലാസ്റ്റ് ടൈം 999 മൈനസ് ഫസ്റ്റ് ടൈം 100 ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ്. അതെല്ലാം ചെയ്തിട്ട് അവസാനം എന്ത് ചെയ്യണം? ഒരു 1 കൂട്ടണം. സോ ദിസ് ഇസ് ഈക്വൽ ടു 100 കുറച്ച് കഴിഞ്ഞാൽ 899 + 1 ദാറ്റ് ഈസ് 900. മനസ്സിലായ മക്കളെ? അപ്പോ നമ്പർ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 900 നമ്പർ ഉണ്ട്. അതായത് 900 നമ്പർ 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്. 900 നമ്പർ 9 എന്താണ് 100 നമ്പർ എന്താണ് 3 ഡിജിറ്റ് നമ്പർ ഉണ്ട്. കിട്ടിയല്ലോ? ഓക്കെ. അപ്പൊ അത് മനസ്സിലായി.
അപ്പൊ അത് മനസ്സിലായി. 900 നമ്പർ. ഇനി പാലിയൻഡ്രോൺ നമ്പർ ഏതൊക്കെ ഉണ്ടാവും? അപ്പൊ നമുക്കറിയാം 101 പാലിയൻഡ്രോൺ നമ്പർ ആണ് അല്ലെ, 121 പാലിയൻഡ്രോൺ നമ്പർ ആണ് അല്ലെ. അപ്പൊ അങ്ങനെ കുറെ ഉണ്ട്, അത് എഴുതി കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതാണ് പാലിയൻഡ്രോൺ നമ്പറിന്റെ ഒരു രീതി. ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ. ഫസ്റ്റ് നമ്പർ എ ആണെന്ന് വിചാരിക്കുക, ഇത് തന്നെയായിരിക്കും ഇവിടെ വരാം. ഇതാണ് അതിന്റെ ഒരു രീതി. ഇവിടുത്തെ നമ്പർ വേറെ ആയിരിക്കും. മനസ്സിലായോ? ഈ രണ്ട് നമ്പറും എന്തായിരിക്കും മക്കളെ? സെയിം ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് ഇവിടെയും ഇവിടെയും ഒരേ അറേഞ്ച്മെന്റ് ആയിരിക്കും. ഉദാഹരണമായിട്ട് നിങ്ങളിപ്പോ ഒരു കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കും, നിങ്ങൾ വന്ന് നിൽക്കുമ്പോൾ നിങ്ങളെ തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, അതിന്റെ ഇടയിൽ വേറൊരാളും കൂടി വന്നു. അപ്പൊ എന്തായി? പാലിയൻഡ്രോമായി. മനസ്സിലായോ? അപ്പോ ഇവിടെ വന്ന് കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന എല്ലാവരും അയാളെ തന്നെയാണ് അപ്പുറം കാണുന്നത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ വന്ന് നിന്നു, വേറൊരാളോട് വന്ന് നിന്നു, വേറെ ആളോട് നിന്നു. അപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത് മാത്രം മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അപ്പുറത്ത് എന്ത് ചെയ്യും? മാറും. അതുകൊണ്ട് ഇതിനെ ഇപ്പൊ കൺസിഡർ ചെയ്യേണ്ട, ഇവിടെ നമുക്ക് മാറ്റാം. ഓക്കെ, അപ്പൊ നമ്മുടെ മുന്നിൽ 0, 1, 2, 3, 4, 5, 6, 7, 8, 9 ഇത്രയും നമ്പർ ഉണ്ട്. ഇത്രയും നമ്പറിൽ ഇവിടെ എത്ര നമ്പറിന് വരാം? 0 വരാൻ പറ്റൂല. കാരണം എന്താണെന്നറിയാമോ? അപ്പൊ 0 വന്നു കയറിക്കും. അപ്പൊ ഇതെന്താ? 2 ഡിജിറ്റ് നമ്പർ, 3 ഡിജിറ്റ് നമ്പർ ആവില്ല. അപ്പോ 3 ഡിജിറ്റ് നമ്പർ വന്നെങ്കിൽ 0 വരാൻ പറ്റൂല. അപ്പൊ 0 ഒഴിവാക്കി ബാക്കി എത്ര നമ്പർ ഉണ്ട്? 9 നമ്പർ ഉണ്ട്. അപ്പൊ ഈ പൊസിഷനിലേക്ക് 9 നമ്പർ വരാം ഇൻറ്റു. ഇനി അടുത്തത് ഈ പൊസിഷനിലേക്കാണ്. ഈ പൊസിഷനിലേക്ക് എത്ര നമ്പർ വരാം മക്കളെ? 0 വരാം, 9 വരാം, ആര് വേണമെങ്കിലും വരാം. അപ്പൊ 0 മുതൽ 9 വരെ 10 നമ്പർ ഉണ്ട്. അപ്പൊ 10 നമ്പറുകൾ വരാം. മനസ്സിലായോ? ഈ പൊസിഷൻ കൺസിഡർ ചെയ്യേണ്ട കാരണം ഇത് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി ഗുണിക്കുമ്പോൾ 90 നമ്പറുകളാണ് ഇതേപോലെ എന്താണ്? പാലിയൻഡ്രോൺ നമ്പറുകളായിട്ട് വരാം. 90 നമ്പർ. മനസ്സിലായോ? അത് എന്തിന് ഈക്വൽ ആണ്? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച 1 മുതൽ 100 വരെയുള്ള രണ്ടക്ക സംഖ്യകൾക്കും ഈക്വൽ ആണ്. അപ്പോ പാലിയൻഡ്രോൺ നമ്പർ കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? യെസ്. അപ്പോ ഞാൻ എഴുതാൻ പോകുന്നത് എന്താണ്? എന്റെ ഒരു ഈവന്റ് എഴുതാൻ പോകുന്നത് A is equal to എന്താണ്? പാലിയൻഡ്രോൺ എന്താണ്? നമ്പേഴ്സ്. അതിന്റെ മലയാളം സാറിന് അറിയില്ല, മലയാളം നോക്കുക. പാലിയൻഡ്രോൺ തന്നെയാണ് വിചാരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എ എത്ര എണ്ണം ഉണ്ട്? 90 എണ്ണം. നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ ഉത്തരത്തിലേക്ക് വരാം. എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് എ കിട്ടാനുള്ള സാധ്യത നമ്പർ ഓഫ് എ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എസ് ഈക്വൽ ടു 90. നമ്പർ ഓഫ് എ 90 ഡിവൈഡ് ബൈ 900. കണ്ടോ? അപ്പോ 0 വിട്ടിപ്പോയി. 9 ഒരു പ്രാവശ്യം, ഇവിടെ ഒരു പ്രാവശ്യം 10. സോ ദിസ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 10. ഓക്കെ, നമുക്ക് അതിന്റെ ദശാംശ രൂപത്തിലാക്കണം. 1 ഡിവൈഡ് ബൈ 10 ഇസ് ഈക്വൽ ടു ഒരു സ്ഥാനം കഴിഞ്ഞ് കുത്തുമ്പോൾ 0.1. നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ പെർസെന്റേജിലേക്ക് ആക്കണം. ഇൻറ്റു 100. സോ വാട്ട് ഹാപ്പൻ? 0 ഗെറ്റ് ക്യാൻസൽ. ദാറ്റ് ഈസ് 10%. വളരെ സാധ്യത കുറവാണ്. കിട്ടിയോ? അപ്പോ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കി. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? ഞാൻ ഇടയ്ക്ക് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടുന്ന് ക്ലാസ് എടുത്തിരിക്കും. അപ്പൊ എന്താണ്? പെട്ടെന്ന് ഓഫായി പോകും. അങ്ങനെ ഒരു പ്രാവശ്യം സംഭവിച്ചു. ഫുൾ ക്ലാസ് എടുത്ത 1 മണിക്കൂർ സാധനം ഓഫായിരുന്നു. 2. A person is asked to say 2-digit number. What is the probability that it is a perfect square? 2-digit number പറയാൻ പറഞ്ഞു. അത് പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള സാധ്യത എന്താണ്? അതാണ് ചോദ്യം. ഓക്കെ, വളരെ ഈസി ക്വസ്റ്റ്യൻ ആണത്. അപ്പൊ നോക്കേ, എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2-digit നമ്പർ. രണ്ടക്ക സംഖ്യകൾ കേട്ടാ, രണ്ടക്ക സംഖ്യകൾ. ഇപ്പൊ നമ്പർ ഓഫ് എസ് എത്രയുണ്ട്? നമ്മൾ നേരത്തെ കണ്ടതാണ് 90. ഞാൻ വീണ്ടും ചെയ്യുന്നില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ രണ്ടക്ക സംഖ്യകൾ 1 മുതൽ 100 വരെയുള്ളത് 100 ന്ന് 1 കുറച്ച് ഡിവൈഡ് ബൈ 1 + 1 ചെയ്തില്ലേ? അല്ല, 99 ന്ന് 1 കുറച്ച്, അപ്പൊ 89 കിട്ടി, പ്ലസ് 1 90. ഓക്കെ, അത് വീണ്ടും ചെയ്യണില്ല, അതിന്റെ ആവശ്യമില്ല. ഇനി എ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൂർണ്ണ വർഗങ്ങൾ. പൂർണ്ണ വർഗങ്ങൾ. ഓക്കെ, ഇപ്പൊ 1 സ്ക്വയർ എത്രയാണ്? 1. 2 സ്ക്വയർ എത്രയാണ്? 4. 3 സ്ക്വയർ, അതായത് 3 × 3 9.
4 ഇൻറ്റു സ്ക്വയർ 16. അപ്പൊ ഇത്രയും എടുക്കണ്ട, കാരണം ഇത് 10 സംഖ്യകളാണ്, ഇതൊക്കെ ഒഴിവാക്കാം. അപ്പൊ 4 മുതൽ നമുക്ക് എടുക്കാം. ശരി, 4 സ്ക്വയർ 16 വേണം നമുക്ക്. 5 സ്ക്വയർ 25 വേണം. 6 സ്ക്വയർ എന്താണ് 36 അത് വേണം. 7 സ്ക്വയർ 49 അത് വേണം. 8 സ്ക്വയർ 64 അത് വേണം. 9 സ്ക്വയർ 81 അത് വേണം. 10 സ്ക്വയർ 100 അത് വേണ്ട, കാരണം 2 ഡിജിറ്റ് മതി. അപ്പൊ എത്ര വന്നു? 1 2 3 4 5 6. കണ്ട? അപ്പൊ ആദ്യം നമുക്ക് എ കണ്ടുപിടിച്ച് എഴുതണം. എ ഇസ് ഈക്വൽ ടു 16 25 36 49 64 81. ഇതാണ് എ. പെർഫെക്റ്റ് സ്ക്വയേഴ്സ്, പൂർണ്ണവർഗ്ഗങ്ങൾ. കണ്ടോ? ദെൻ നമ്പർ ഓഫ് എ ഇസ് ഈക്വൽ ടു 1 2 3 4 5 6. ക്ലിയർ? Then probability of A is equal to number of A divided by number of S. That is equal to 6 divided by S. S എത്രയാണ്? 90. കിട്ടിയല്ലോ. അപ്പൊ 6/90 ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരിക. നമുക്കൊന്ന് ചെറുതാക്കുമ്പോൾ 6ന് നമുക്ക് 2 ഇൻറ്റു 3 എന്നാക്കാം. ഓക്കെ, 19നെ നമുക്ക് 9 ഇൻറ്റു 10 എന്നാക്കാം. ഓക്കെ, ദെൻ ഈ 9നെ നമുക്ക് 3 ഇൻറ്റു 3 എന്നാക്കാം. കണ്ടാ? അപ്പൊ എന്ത് സംഭവിക്കുന്നു നോക്കിയേ. പിന്നെ ഈ 10നെ നമുക്ക് 2 ഇൻറ്റു 5 എന്നാക്കാം. അങ്ങനെ മാക്സിമം ചെറുതാക്കി. അപ്പൊ പിന്നെ അത് ഒരേപോലത്തെ വെട്ടിക്കളഞ്ഞാൽ 3 ഈ ഒരു 3 വെട്ടിപ്പോയി, ഈ 2 ഈ 2 വെട്ടി. അപ്പൊ ഇവിടെ എന്താണ് 1 എന്താ വെട്ടിപ്പോ 1 ഇൻറ്റു 1 ഡിവൈഡ് ബൈ ഇവിടെ ഒരു 3 ഉണ്ട്, 5 ഉണ്ട്. 3 ഇൻറ്റു 5 15. 1/15 ഇതാണ് ആൻസർ. കിട്ടിയല്ലോ. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെ നമുക്ക് ദശാംശ രൂപത്തിലേക്ക് ആക്കണം, അതായത് ഡെസിമൽ രൂപത്തിലേക്ക് ആക്കണം. അപ്പൊ പല കുട്ടികൾക്കും ഈ 6/90 ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ 1/15 ഒക്കെ ചെയ്യാൻ നോക്കിയാൽ ചില കുട്ടികൾക്ക് കിട്ടില്ല. അപ്പൊ ഇതിനൊരു എളുപ്പമാർഗമുണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി സാർ ഒന്ന് മാർക്ക് ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, യെസ്. അപ്പോ നമ്മൾ മുന്നിൽ വന്നേക്കുന്ന ആൻസർ 6/90 ആണ്. അപ്പൊ നിങ്ങൾ 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചേക്കുന്ന ഒരു കാര്യമാണ് 1/9. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇറ്റ് ഈസ് ഈക്വൽ ടു 0.1111 റിപ്പീറ്റ് ചെയ്തു. അതുകൊണ്ടായിരിക്കും നിങ്ങൾ 3/9 കണ്ടുപിടിക്കാനായിട്ട് ഓർമ്മയുണ്ടോ? 0.3333 പഠിച്ചിട്ടുണ്ടോ? ശരിയാണോ? അതിനകത്ത് ഈ സാധനം നമുക്കിപ്പോ ഇവിടെ ഒരു ഓർമ്മ വേണം, അത് പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. നിങ്ങൾ ഇവിടെ നോക്കിയേ, ഇവിടെ 6/90 ആണ്. അപ്പൊ നമുക്ക് 6നെ നമുക്ക് എന്ത് ചെയ്യാം? 1 ഇൻറ്റു 6 എന്നാക്കാം. ക്ലിയർ? 6 എന്ന് പറഞ്ഞാൽ എന്താ? 1 ഇൻറ്റു 6 അല്ലേ? ഓക്കെ, 90നെ നമുക്ക് 9 ഇൻറ്റു 10 എന്നാക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു 1/9 വന്നു. കണ്ടോ? അപ്പൊ ഇതിനെ പിരിച്ചു എഴുതുന്നു സാർ 1/9 ഇൻറ്റു 6/10. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. അതിനകത്ത് ഈ 1/9 എന്താണ്? അത് നമുക്ക് ഇവിടെ അറിയാം, 0.1111. ഓക്കെ, അപ്പൊ സാർ ഇതിന് 0.1111 ഇൻറ്റു 6/10. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. അപ്പൊ ഇതിനെ 6 വെച്ച് ഗുണിക്കാൻ എളുപ്പമല്ലേ? എല്ലാവരും ഒന്നല്ലേ? അപ്പൊ 6 കൊണ്ട് ഗുണിക്കുമ്പോ എല്ലാവരും 6 ആവില്ലേ? ഓക്കെ, സോ ദ ഫൈനൽ ആൻസർ ഈസ് 0.6666. ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഡിവൈഡ് ബൈ താഴെ 10. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പൊ 10 കൊണ്ട് ആയിരിക്കും ഒരു സ്ഥാനം കഴിഞ്ഞ് കുത്തിടണ്ടേ. പക്ഷെ ഇവിടെ ഓൾറെഡി എന്താണ് ഒരു കുത്ത് ഉണ്ട് അല്ലേ? ഇവിടെ സ്ഥാനമില്ല, ഇനി ഇങ്ങോട്ട് മാറ്റാനായിട്ട് നമ്പർ ഇല്ല. അപ്പൊ നമ്മൾ ഇവിടെ ഒരു 0 ചേർക്കണം. അപ്പോ 0.06666 അല്ലെ? അപ്പൊ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റത്തെ എന്താണ്, ഫസ്റ്റത്തെ ഇത്രയും നമ്പേഴ്സ് നമുക്ക് എടുക്കാം, 4 നമ്പേഴ്സ്. അപ്പോ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ 0.066. ഇവിടെ നിന്ന് ഒന്നുകൂടി കൂട്ടി കഴിയുമ്പോൾ എന്താണ് 7. ഓക്കെ, ഇത്രയും നമുക്ക് എടുക്കാം, ഇത് ഒഴിവാക്കാം കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ഡെസിമൽ ഫോം എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ പെർസെന്റേജിലോട്ട് ആക്കാനായിട്ട് 100 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 0.0667 ഇൻറ്റു 100. അപ്പൊ എന്താണ്, 2 സ്ഥാനം കഴിഞ്ഞ് കുത്തിടണം. ദാറ്റ് ഇസ് 6.67%. ഓക്കെ, സോ ദിസ് ഈസ് ദി ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. കിട്ടിയോ? അപ്പൊ നിങ്ങൾക്ക് സംശയം വരും, സാർ എന്തിനാണ് ഇവിടെ 4 ഡിജിറ്റ് നമ്മൾ എടുത്തെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഒരു നിർബന്ധവുമില്ല, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എടുക്കുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾ 100 കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോ അത് കഴിഞ്ഞു. ഇനി അടുത്തയിലേക്ക് പോവാം നമുക്ക്. A person is asked to say a 3-digit number.
ഒരാള് നമ്മളോട് ഒരു 3 ഡിജിറ്റ് നമ്പർ ആവശ്യപ്പെടുകയാണ്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഓൾ 3 ഡിജിറ്റ് ഓഫ് ദീസ് നമ്പേഴ്സ് ആർ ദ സെയിം? ആ നമ്പേഴ്സിന്റെ എല്ലാ 3 ഡിജിറ്റും സെയിം ആവാനുള്ള സാധ്യത എന്താണ്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ ഡിജിറ്റ് ഈസ് ഇൻ വൺ പ്ലേസ് ഓഫ് ദിസ് നമ്പർ ഇസ് 0? അതായത് ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ 0 ആവാനുള്ള സാധ്യത എന്താണ്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദിസ് നമ്പർ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3? അത് 3ന്റെ ഗുണിതമാകാനുള്ള സാധ്യത എന്താണ്? മലയാളത്തിലും ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, വായിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ പേഴ്സൺ ഇസ് ആസ്ക്ഡ് ടു സേ 3 ഡിജിറ്റ് നമ്പർ. ഒരാളോട് നമ്മൾ 3 അക്ക സംഖ്യകൾ പറയാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഓക്കെ, ഇപ്പൊ 3 അക്ക സംഖ്യകൾ എന്ന് പറയുമ്പോൾ 100ൽ തുടങ്ങി 999 അവസാനിക്കുന്ന സംഖ്യയാണ്. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. എത്രയാണ്? 900 സംഖ്യകൾ ഉണ്ടാവും. അപ്പൊ അതിന് കണ്ടുപിടിക്കണോ? വേണ്ട. പക്ഷെ പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻ മാത്രം ചോദിക്കും, അന്ന് കണ്ടുപിടിച്ചാന്ന് പറഞ്ഞാൽ എഴുതാൻ പറ്റും, ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ അതെപ്പോഴും ഓർമ്മ വേണം. എങ്ങനെ കണ്ടുപിടിക്കണത്? ലാസ്റ്റ് ആയിട്ടുള്ള 999 ഫസ്റ്റത്തെ 100 കുറയ്ക്കുക, എന്നിട്ട് അതിനോട് എന്ത് കൂട്ടാം? നമ്മള് ഒരു +1 കൂട്ടാം. നമുക്കത് ചെയ്യാം. സോറി. അപ്പൊ 100 മുതല് 999 വരെയാണ് മക്കളെ 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത്. 3 ഡിജിറ്റ്. ഓക്കെ, അപ്പോ നമ്പർ ഓഫ് എസ് എത്ര പേരുണ്ടാവും? 999 മൈനസ് 100 ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് 1 പ്ലസ് 1, ദാറ്റ് ഈസ് എത്രയാണ്? 899 പ്ലസ് 1, 900 പേരുണ്ട്. അപ്പൊ നമ്പർ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 3 ഡിജിറ്റ് നമ്പർ എത്രയുണ്ട്? 900 പേര്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. എന്നിട്ട് എന്താണ് ക്വസ്റ്റ്യൻ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഓൾ 3 ഡിജിറ്റ് ഓഫ് ദീസ് നമ്പേഴ്സ് ആർ ദ സെയിം? എല്ലാം എന്താണ്? സെയിം ആകണം. അപ്പോ 3 ഡിജിറ്റ് നമ്പർ ആണോ? ഒന്ന് ഇത്, ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ. ഓക്കെ, 3 ഡിജിറ്റ് നമ്പർ ഉണ്ട്. 3 ഡിജിറ്റ് നമ്പർ ഏതൊക്കെ വരാം? നമുക്ക് 0 മുതൽ 0, 1, 2, 3, 4, 5, 6, 7, 8, 9 അല്ലെ? 9 നമ്പറില് ഏത് നമ്പർ വേണമെങ്കിലും ഇവിടെ വരാം. പക്ഷെ എന്ത് വരാൻ പറ്റില്ല? 0 വരാൻ പറ്റില്ല. അപ്പൊ 0 ഒഴിവാക്കാം. ഓക്കെ, ഈ ഒരു പൊസിഷനിലേക്ക് 0 ഒരിക്കലും വരൂല. ബാക്കി ഇതിനകത്ത് ആര് വേണമെങ്കിലും എന്ത് ചെയ്യാം? വരാം. അപ്പൊ എത്ര നമ്പർ വരാം? 9 നമ്പേഴ്സ് വരാം. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ശരി, ഇനി ഇവിടെയോ? ഇവിടെയോ? ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഈ നമ്പർ തന്നെ ഇവിടെ വരണ്ടേ? ഇവിടെ 9 വന്ന് ഇവിടെ 9 വരണം, ഇവിടെ 9 വരണം അല്ലെ? അപ്പോ ഈ 2 പൊസിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം സെയിം നമ്പർ തന്നെയാണ് ഇവിടെ വരുന്നതെങ്കിൽ പിന്നെ എടുക്കേണ്ട ആവശ്യമില്ല. ഒറ്റ പൊസിഷനിൽ അറേഞ്ച്മെന്റ് ഉള്ളൂ. അത് 9 ആണ്. നമുക്കത് ശരിയാണോ നോക്കാം. 1, 1, 1, 2, 2, 2, 3, 3, 3, 4, 4, 4, 5, 5, 5, 6, 6, 6, 7, 7, 7, 8, 8, 8, 9, 9, 9. എന്താ? ഓൾ ദ 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ സെയിം എന്ന് പറഞ്ഞാൽ 9 ഉള്ളൂ. അപ്പൊ 9 തന്നെ വരുള്ളൂ. കണ്ടോ? ക്ലിയർ? യെസ്. അപ്പൊ ഇതിന്റെ അറേഞ്ച്മെന്റ് നമ്മൾ പറയുമ്പോ 9 തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ സാറോട് ഒരു പേരിടേണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനില് A is equal to all digits are same. All digits are same. എല്ലാ സംഖ്യകളും എന്താണ്? സെയിം. എന്താണ്? തുല്യം. അങ്ങനെ വരുമ്പോ അങ്ങനെയുള്ളത് എത്ര? നമ്പർ ഓഫ് എ. ഇപ്പൊ ഈ പറഞ്ഞ സംഖ്യകളൊക്കെ വേണമെങ്കിൽ എഴുതാം. 9 എണ്ണം. ഓക്കെ, ദെൻ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്പർ ഓഫ് എ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എസ്. ഇവിടെ എത്രയാണ്? 9 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എസ് എത്രയാണ്? 900. ഓക്കെ, അപ്പൊ 9 പ്രാവശ്യം 1/100 കിട്ടിയല്ലോ. 1/100 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ഇതിനെ ദശാംശ രൂപത്തിൽ എഴുതണ്ടേ? ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ എങ്ങനെയാണ്? 1/100 2 സ്ഥാനം കഴിഞ്ഞ് കുത്തിട്ടാൽ മതി അല്ലെ? അപ്പൊ ഒരു സ്ഥാനം കൂടെ ഉള്ളു. അപ്പൊ ഒരു സ്ഥാനം കൂടി നിങ്ങൾ ചേർക്കണം. 0.1%. 0.1. ഓക്കെ, ഇതിനെ പെർസെന്റേജിലേക്ക് മാറ്റണം. 0.01 into 100. അപ്പൊ വീണ്ടും 1 ആവും അല്ലെ? അപ്പൊ 1% ആണ് ഇതിന്റെ ആൻസർ വരിക. അപ്പൊ 3 ഉത്തരം കിട്ടിയല്ലോ. ഉത്തരം കിട്ടി. ഇനി അതിനകത്ത് തന്നെ സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യനിലേക്ക് പോവാം. What is the probability that the digit in one place of this number is 0? അപ്പോ വൺസ് പ്ലേസിൽ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, നോക്കാം നമുക്ക്.
ഇതിനകത്ത് ടോട്ടലിൽ വ്യത്യാസമില്ല. 1 പ്ലേസിൽ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പൊ അതിനകത്തുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ ബി എന്ന് പേരിട്ടു. നേരത്തെ നമ്മൾ എ എന്ന് പേരിട്ടല്ലോ, ബി എന്നിട്ടാ. വൺസ് പ്ലേസ് ഈസ് എന്താണ്? 0. അതായത് ഒറ്റയുടെ സ്ഥാനത്ത് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പൊ 3 ഡിജിറ്റ് ഉണ്ട്. 1 ഡിജിറ്റ് ഇവിടെ, 1 ഡിജിറ്റ് ഇവിടെ, 1 ഡിജിറ്റ് ഇവിടെ. 0 മുതൽ 9 വരെയുള്ള നമ്പറുകൾ നമ്മുടെ മുന്നിലുണ്ട്. അതിൽ ഇവിടെ ഈ ഒരു പൊസിഷനിലേക്ക് 0 വരാൻ പറ്റില്ല, കാരണം നമ്മൾ 2 ഡിജിറ്റ് നമ്പർ. ഇവിടെ എത്ര സംഖ്യകൾ ബാക്കിയുണ്ട്? 9 സംഖ്യകളിൽ ആര് വേണമെങ്കിൽ വരാം. ഇൻറ്റു ഇവിടെ 0 വരാം. മനസ്സിലായോ? ഇവിടെ 0 വരാം, ഏത് സംഖ്യ വേണമെങ്കിൽ വരാം. അപ്പൊ 10 സംഖ്യയും ഇവിടെ വരാം. ഇൻറ്റു ഇവിടെ എപ്പോഴും 0 ആയിരിക്കണം, എപ്പോഴും. അപ്പൊ ഇത് മാറ്റൂലല്ലോ, അപ്പൊ ഇത് എടുക്കണ്ട. മനസ്സിലായോ? അപ്പൊ ഇത് രണ്ടും കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? 90. കിട്ടിയോ? മനസ്സിലായോ? അപ്പൊ എത്ര സംഖ്യകളുണ്ട് മക്കളെ ഇങ്ങനെ വരുന്നത്? 90 സംഖ്യകളുണ്ട്. എന്താ അതിന്റെ അർത്ഥം നോക്കി? അവസാന സംഖ്യ 0 വന്നു, 10 കണ്ടോ? 120 കണ്ടോ? ഇങ്ങനെ ഈ അവസാന സംഖ്യ 0 വരുന്നതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അങ്ങനത്തെ 90 നമ്പറുകളുണ്ട്. സോ നമ്പർ ഓഫ് ബി ഈസ് ഈക്വൽ ടു 90. ദെൻ പ്രോബബിലിറ്റി ഓഫ് ബി കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എസ് ഈക്വൽ ടു 90 ഡിവൈഡ് ബൈ 900. 0 ഗെറ്റ് ക്യാൻസൽ. അഗൈൻ ഇത് വെട്ടിപ്പോവും. 1 ബൈ 10 കണ്ടോ? 9 9 വെട്ടിപ്പോവും. അപ്പൊ 1 മുകളിൽ എഴുതാം. 0 ഇത് വെട്ടിപ്പോവും. ബാക്കി ഒരു 0 താഴെ ഉണ്ടതിന്റെ അർത്ഥം 10 എന്നാണ്. 1 ബൈ 10. ഇനി ഇതിനെ നമുക്ക് എന്താണ്? ദശാംശത്തിൽ എഴുതുമ്പോൾ 0.1 കണ്ടോ? 10 ആവുമ്പോൾ നമ്മൾ ഒരു സാധനം കഴിഞ്ഞ് കൊടുത്തിടാം. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? പെർസെന്റേജിലേക്ക് മാറ്റണം. 0.1 ഇൻറ്റു 100 എത്ര കിട്ടും? ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10% കിട്ടും. ഇത് ചില കുട്ടികൾക്ക് എന്താണ് മനസ്സിലാവില്ല, എന്താണ് എഴുതുക. അപ്പൊ നിങ്ങൾ ഇത് വെച്ച് ചെയ്താൽ മതി. അതായത് 1 ബൈ 10 ഇൻറ്റു 100 കണ്ടോ? എന്ത് കിട്ടി? 10%. ക്ലിയർ? യെസ്. അടുത്തത് അതിനകത്ത് തന്നെ 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദിസ് നമ്പർ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3? ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആകാനുള്ള സാധ്യതയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 100 മുതൽ 999 വരെ, 100 മുതൽ 999 വരെ മൾട്ടിപ്പിൾ ഓഫ് 3 ആരൊക്കെ ഉണ്ടെന്ന് അറിയണം. ഓക്കെ, അപ്പൊ അരിത്മാറ്റിക് സീക്വൻസ് നിങ്ങൾ പഠിച്ചതാണ്. 100 ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 100 സാറ് 3 കൊണ്ട് വെറുതെ ഹരിച്ചു വെക്കും. 3 9 ശിഷ്ടം 1 0 10 3 9 ശിഷ്ടം. റിമൈൻഡർ 1. റിമൈൻഡർ എനിക്ക് 1 മനസ്സിലായോ? അപ്പൊ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാനായിട്ട് എന്തായില്ല, പറ്റില്ല. 100നെ പറ്റില്ല. അപ്പൊ ഇത് ഒരു 3 ആയിരുന്നുവെങ്കിൽ 3ൽ 3 ഒരു പ്രാവശ്യം പോകും. പക്ഷെ എനിക്ക് ഇവിടെ കിട്ടിയത് 1 ആണ്. കണ്ടോ? ശ്രദ്ധിക്കണേ. 3 ആക്കാൻ എന്ത് ചെയ്യണം? ഒരു 2 കൂട്ടണം. 3 ആയില്ലേ? അപ്പൊ ഈ 2 തന്നെ ഇവിടെയും കൂട്ടാം. അപ്പൊ ഫസ്റ്റ് നമ്പർ നിങ്ങൾക്ക് കിട്ടും 102. 102ൽ നിങ്ങൾ 3 വെച്ച് പോകും. നോക്കിക്കോ, 102 ഹരണം 3. 10ൽ 3 3 9. 12ൽ 4 3 12. വേണ്ട. അപ്പൊ എന്താണ് ട്രിക്ക്? എന്താണ് ഇതിന്റെ? നിങ്ങൾ 100ന് 3 വെച്ച് ശരിക്കും എത്രയാണ് റിമൈൻഡർ കിട്ടിയത്? 1 റിമൈൻഡർ കിട്ടിക്കഴിഞ്ഞാൽ ഈ റിമൈൻഡർ ഈ 3 ആവാൻ, അതായത് ഹരിച്ച സംഖ്യ ആവാൻ എത്ര കൂട്ടണം? 2 കൂട്ടണം. ആ 2 നിങ്ങൾ ഇതിനോട് കൂട്ടിക്കഴിഞ്ഞാൽ ആ സംഖ്യ ആയിരിക്കും 100 കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ സംഖ്യ. 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ആദ്യത്തെ സംഖ്യ. അപ്പൊ ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് 102 ആണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി എനിക്ക് രണ്ടാമത്തെ സംഖ്യ കാണാൻ ഞാൻ ഒന്നും ചെയ്യണ്ട, 3 കൂട്ടിയാൽ മതി. 105 കണ്ടോ? അങ്ങനെ 999 വരെയാണോ ഉള്ളത്? 999 ചെക്ക് ചെയ്യണം 3ന്റെ ഫാക്ടർ ആണോ എന്ന് നോക്കാം നമുക്ക്. എന്നിട്ട് വേണം n കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ 999 3ന്റെ ഫാക്ടർ ആണോ നോക്കിയാൽ തന്നെ അറിയാം. എല്ലാം 3ന്റെ ഗുണിതങ്ങളാണ്. എന്നാലും ജസ്റ്റ് നമുക്ക് ഹരിച്ചു നോക്കാം. ഒരു 3 9 09 9 09 9 കണ്ടോ? അപ്പൊ 999 എന്താണ്? 3ന്റെ ഫാക്ടർ ആണ്. അപ്പൊ ലാസ്റ്റ് ടൈം ഓക്കെ ആണ് മക്കളെ, ഫസ്റ്റ് ടൈം ഓക്കെ ആണ് മക്കളെ. കോമൺ ഡിഫറൻസ് 3 ആണ്. 3ന്റെ ഗുണിതങ്ങൾ, 3ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ അവിടെ കോമൺ ഡിഫറൻസ് അന്വേഷിച്ച് നടക്കേണ്ട, അത് 3 ആണ്. ഓക്കെ,
അപ്പൊ നമ്മുടെ ഫോർമുല അനുസരിച്ച് n കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ലാസ്റ്റ് ടേം ഓക്കെ മൈനസ് ഫസ്റ്റ് ടേം ഓക്കെ ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് ഓക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 1 കൂട്ടണം. സോ ദിസ് ഇസ് ഈക്വൽ ടു 999 മൈനസ് 102 9 2 പോയാൽ 7 9 ഇറക്കി എഴുതി 9 1 പോയാൽ 8 ഓക്കെ 897 ഡിവൈഡ് ബൈ 3 897 ഹരണം 3 2 3 2 6 7 8 29 9 3 27 2 27 9 3 27 ഓക്കെ 299 അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 299 പിന്നെ 7 കൂടി കൂട്ടണം പ്ലസ് 1 ഫൈനൽ ആൻസർ 300. അപ്പോ 300 പേരാണ് എന്തുള്ളത്? ഈ പറയുന്ന 3 ഡിജിറ്റ് നമ്പേഴ്സ് 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? എത്ര പേരുണ്ട്? 300 പേരുണ്ട്. ഓക്കെ യെസ്. അപ്പോ ആൻസർ എങ്ങനെ വരും? ഇതിന് വേറൊരു പേര് കൊടുക്കാം. സി ഈസ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് എന്താണ് 3 നമ്പർ ഓഫ് സിയുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 300 മൾട്ടിപ്പിൾ ഓഫ് 3ന്റെ ഗുണിതങ്ങൾ മലയാളത്തിൽ സാർ എഴുതുന്നില്ല കേൾക്കുന്നില്ലേ 3ന്റെ ഗുണിതങ്ങൾ 300. അപ്പോ ഇതിന്റെ പ്രോബബിലിറ്റി ഓഫ് സി നമ്പർ ഓഫ് സി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എസ്. എത്ര പേരുണ്ട് ടോട്ടല് 900 നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഇസ് ഈക്വൽ ടു 300 ഡിവൈഡ് ബൈ 900 എല്ലാ 0 വെട്ടിപ്പോകും കണ്ടോ 3ൽ 3 ഉണ്ട് അവിടെ 9ൽ 3 തവണ. സോ ദ ഫൈനൽ ആൻസർ ഈസ് 1/3. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ ഇനി ഇതിനെ നമുക്ക് ദശാംശമാക്കണം. അപ്പോഴാണ് നമ്മൾ പെട്ടത്. അപ്പൊ ദശാംശമാക്കാൻ വേണ്ടിയിട്ട് ഈ 1/3 എത്തിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു സെക്ഷൻ ഉണ്ടല്ലോ, അതായത് 00 ഇവിടെ നിർത്താം ആദ്യം 3/9. അപ്പൊ 3/9 എന്ന് പറഞ്ഞാൽ 3/9 എന്ന് പറഞ്ഞാൽ 1 into 3 ഡിവൈഡ് ബൈ എന്താണ് 1 into 9 ആണ്. കണ്ടോ 9 എങ്ങനെ 9 ക്ലിയർ. അപ്പൊ നമ്മൾ ഈ 1/9 ഇങ്ങോട്ട് മാറ്റിയിട്ട് 3 അങ്ങോട്ട് മാറ്റി 1/9 into 3 1/9 നിങ്ങൾക്ക് അറിയാലോ 0.11 into 3 ഓക്കെ. അപ്പൊ എന്താവും ആൻസർ എന്താവും 0.333. അതെന്തോരം വേണമെങ്കിൽ പോകാം. നോൺ റിപ്പീറ്റിംഗ് ആണ്, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, റിക്കറിംഗ് ആണ് അത്. ഓക്കെ അപ്പൊ ഇതാണ് അതിന്റെ ദശാംശ രൂപം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ പെർസെന്റേജിലേക്ക് മാറ്റണം. അപ്പോ 0.33 ഇൻറ്റു 100 ഇതാണ് വരുന്നത്. ഒരു 3 കൊണ്ട് എടുത്തു 100 എന്ന് പറയുമ്പോ 2 0 2 സ്ഥാനം കഴിഞ്ഞ് കുത്തിടണം. ദാറ്റ് ഈസ് 33.3%. മനസ്സിലായോ? ക്ലിയർ. സോ അപ്പൊ ആ ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് കഴിഞ്ഞു. വേണമെങ്കിൽ 33% എന്ന് പറയും. നിങ്ങൾ ഇത്ര മാത്രം എടുത്തോളെങ്കിൽ 33% എന്ന് പറയാം കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് ആൻസർ ഇപ്പൊ നിങ്ങൾ ഈ ഇത് മാത്രം എടുത്തു എന്തോരം വേണമെങ്കിലും എടുത്തു അങ്ങോട്ട്. ഇപ്പൊ നിങ്ങൾ ഇത്ര എടുത്തോളെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ ഇങ്ങനെയാവും. അപ്പൊ ഈ ഒരു 3 ഉണ്ടാവില്ല. അപ്പൊ എന്തായിരിക്കും ആൻസർ 33% ആയിരിക്കും. ഓക്കെ നിങ്ങൾ ഇവിടെ എങ്ങനെ എടുക്കണോ അതനുസരിച്ചിട്ട് എന്താണ് ആൻസർ വ്യത്യാസം വരും. ഓക്കെ അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4. 4 cards with the number 1, 2, 3, 4 on them are joined to make a 4-digit number. അതായത് ഒരു 4 അക്ക സംഖ്യ നമ്മൾ ഉണ്ടാക്കിയാണ്. നമ്മുടെ മുന്നിൽ 4 കാർഡ് ഉണ്ട്. 1 എഴുതിയൊരു കാർഡ് ഉണ്ട്, 2 എഴുതിയൊരു കാർഡ് ഉണ്ട്, 3 എഴുതിയൊരു കാർഡ് ഉണ്ട്. ചീട്ടൊക്കെ കണ്ടല്ലേ 4 കാർഡ് എന്ന് പറഞ്ഞാൽ ചീട്ടാന്ന് വിചാരിച്ചു. 1, 2, 3, 4 എന്ന് പറയുന്ന ഒരു ചീട്ട് ഉണ്ടെന്ന് വിചാരിക്കും. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ നമ്പർ ഇസ് ഗ്രേറ്റർ ദാൻ 4000? അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന നമ്പർ 4000-നേക്കാൾ കൂടുതലാവാനുള്ള സാധ്യത എന്താണ്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ നമ്പർ ഇസ് ലെസ് ദാൻ 4000? അത് 4000-നേക്കാൾ താഴെ ആവാനുള്ള സാധ്യതയും എന്താണ്? ഇതാണ് ചോദ്യം. അപ്പോ എത്ര നമ്പർ ആകെ വരും അതറിയണ്ടേ? അപ്പൊ എസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ 4-digit നമ്പർ. അതാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പൊ എനിക്ക് 4 ഡിജിറ്റ് 1, 2, 3, 4. ഇവിടെ ഈ 4 എണ്ണത്തില് ആര് വേണമെങ്കിലും എന്ത് ചെയ്യാം വരാം. വന്നൂടെ? വരാം.
അപ്പൊ ഞാനിവിടെ എന്താണ് 4 എണ്ണത്തിൽ ആര് വേണമെങ്കിലും വരാം. സപ്പോസ് ഈ ആള് വന്നു 4 തന്നെ വന്നു. ഇനി ഇവിടെ നമുക്ക് ആര് വരാം? ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള 3 പേരിൽ ആരെങ്കിലും ഒരാൾക്കല്ലേ ഇവിടെ വരാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? ഓക്കെ. അപ്പോ ഒരു കാർഡ് ഞാൻ ഇങ്ങനെ എടുത്തു, ഒരു കാർഡ് ഞാൻ ഇവിടെ എടുത്തു വെച്ചു. പിന്നെ ഈ 3 കാർഡിൽ ആര് വേണമെങ്കിലും ഇവിടെ വരാം. അപ്പൊ 3 തരത്തിൽ വരാം. ഓക്കെ. അപ്പൊ ഞാൻ ഈ കാർഡും എടുത്തു, ഇതും ഇവിടെ എടുത്തു വെച്ചു, ഇതും ഇവിടെ എടുത്തു വെച്ചു. ഈ രണ്ട് കാർഡുകളാണ് എന്റെ ഉണ്ട്. അതിനകത്ത് ആര് വേണമെങ്കിലും ഇവിടെ വരാം. അപ്പൊ 2 തരത്തിൽ വരാം. ഓക്കെ. ഇതും കൊണ്ട് എടുത്തു വെച്ചു. ഇനി ഇവിടെ ഒരു കാർഡേ വരൂ, അപ്പൊ ഒരു തരത്തില് വരൂ. ഇതെല്ലാം കൂടി നിങ്ങൾ അങ്ങോട്ട് മുറിച്ചാൽ അതെന്താവും? 4 3 12 ഇൻറ്റു 2 ഇൻറ്റു 1 12 2 24 24 ഇൻറ്റു 1 24. അപ്പൊ മക്കളെ നമ്മുടെ നമ്പർ ഓഫ് എസ് ടോട്ടൽ കാർഡ് എന്ന് പറഞ്ഞാൽ 24 ആണെന്ന് മനസ്സിലാക്കാം. അതായത് ടോട്ടൽ അറേഞ്ച്മെന്റ് 24 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? യെസ്. അപ്പൊ കാർഡ് ആയതുകൊണ്ടാണ് നമ്പർ ആണെങ്കിൽ നമുക്ക് 4 തന്നെ റിപ്പീറ്റ് ഒക്കെ ചെയ്യാറ് അല്ലെ? ഇപ്പൊ ഇതേ കേസ് നിങ്ങൾക്ക് നമ്പർ ആണ് ചോദിക്കണമെങ്കിൽ ഒരു 1 2 3 4 നമ്പർ ഒന്ന് വെറുതെ പറയുകയാണെങ്കിലോ, ഫസ്റ്റത്തെ 4 വരാം, രണ്ടാമത്തെ ആളും 4 വരാം, മൂന്നാമത്തെ ആളും 4 വരാം, നാലാമത്തെ ആളും 4 വരാം. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വരുമ്പോ 24 എണ്ണം അല്ല ടോട്ടൽ വരാം. കാരണം 4 എണ്ണം ആഴ്ചയിൽ വരാം, 4 എണ്ണം പിന്നെ വരാം, 4 എണ്ണം പിന്നെ വരാം, 4 എണ്ണം പിന്നെ വരാം. 4 ഇൻറ്റു 4 ഇൻറ്റു 4 ഇൻറ്റു 4 ചെയ്യും. ഇവിടത്തെ കേസിൽ ഇത് എഴുതിയിരിക്കുന്നത് കാർഡിലാണ്, ഫിസിക്കലി കാർഡിലാണ്. അപ്പൊ ഒരു കാർഡ് എടുത്ത് ഒരു നമ്പർ ഉണ്ടാക്കുമ്പോൾ ബാക്കി 3 കാർഡേ അവിടെ ഉള്ളൂ. അപ്പൊ അടുത്ത നമ്പറിലേക്ക് ഈ 3 എണ്ണത്തിൽ നിന്ന് ഒരാളെ വരുള്ളൂ. അതുകൊണ്ടാണ് 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ചെയ്യും. രണ്ടിനും വ്യത്യാസം മനസ്സിലാക്കണം. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ 24 നമ്പറുകളാണ് ടോട്ടൽ വരിക എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയി. ഇനി നമ്മുടെ പ്രശ്നം എന്താ? അവര് പറയുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4000 എന്ന് പറഞ്ഞ സംഖ്യനേക്കാളും കൂടുതൽ എത്ര എണ്ണം വരും? രണ്ടാമത്തത് 4000 എന്ന് പറഞ്ഞ സംഖ്യനേക്കാളും കുറവ് എത്ര വരും? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോ നമുക്കറിയാലോ 4 ഡിജിറ്റ് ഉണ്ട്. ശരി, ഓക്കെ. ഫസ്റ്റത്തെ കേസ് എടുക്കാം. 4000-നേക്കാളും വലുതാകണം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഡിജിറ്റ് ആരായിരിക്കണം? 4 ആയിരിക്കണം. അപ്പൊ 4 എന്ന് പറയുന്നത് ഫിക്സഡ് അല്ലേ? ഫിക്സഡ് ആണ്. അപ്പൊ ഇത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, അത് 4 തന്നെയാണ്. അതിനകത്ത് യാതൊരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. ക്ലിയർ? ബാക്കിയുള്ള നമ്പറുകൾ അപ്പൊ 4 നമുക്ക് എടുക്കണ്ട, കാരണം 4 അവിടെ ഫിക്സഡ് ആണ്. ബാക്കിയുള്ള നമ്പറാണ് മാറിക്കൊണ്ടിരിക്കുന്നത്, ചേഞ്ച് ചെയ്തിരിക്കുന്ന ബാക്കിയുള്ള നമ്പറുകളാണ്. ആ നമ്പറുകൾ ഏതൊക്കെയാണ്? 1 2 3. ഈ 1 2 3 ആര് വേണമെങ്കിലും ഇവിടെ വരാം. 1 വരാം, 2 വരാം, ആര് വന്നാലും 4000-നേക്കാളും ഈസിയാവും. കാരണം 4 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വരാൻ ചാൻസ് ഉള്ളത് ഈ 3 എണ്ണത്തില് ഒരാൾ. അപ്പൊ 3 നമ്പറുകൾ. ഓക്കെ. സപ്പോസ് ഇത് 3 വന്നു തന്നെ വിചാരിക്കാം. ബാക്കി ഇവിടെ 2 നമ്പറും, ഈ 2 നമ്പറിൽ ആര് വേണമെങ്കിലും ഇവിടെ വരാം. സപ്പോസ് 2 വന്നു വിചാരിക്കാം. ഇനി ഒരു നമ്പറേ ഉള്ളൂ. ഇതെല്ലാം കൂടി ഗുണിക്കുമ്പോൾ 3 ഇൻറ്റു 2 ഇൻറ്റു 1 6 ഇൻറ്റു 1, അതായത് 6 തരത്തിലാണ് എന്തുണ്ടാവുള്ളൂ? ഈ നമ്പറുകൾ വരുള്ളൂ. 6 തരത്തിൽ. നമുക്കൊന്ന് എഴുതി നോക്കാം. ഇപ്പൊ 4 ഞാൻ എഴുതി, പിന്നെ 1 2 3. 4 ഞാൻ എഴുതി, പിന്നെ 1 3 2. കണ്ടോ? 4 ഞാൻ എഴുതി, പിന്നെ 2 1 3. 4 ഞാൻ എഴുതി, 2 3 1. 4 ഞാൻ എഴുതി, 3 1 2. 4 ഞാൻ എഴുതി, 3 2 1. എത്ര തരത്തിൽ വരുന്നു? 6 എണ്ണം വരുന്നു. കണ്ടോ? ഇതെല്ലാം 4000-ന് എന്താണ്? മീതയാണ്. ഇതെല്ലാം 4000-നേക്കാളും മീതയാണ്. ഓക്കെ, ശരി. ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 24 എണ്ണം. 4000-നേക്കാൾ മീതെ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം. ഇപ്പൊ ഞാനൊരു പേര് കൊടുക്കണേ. A is equal to number greater than 6. അപ്പൊ നമ്പർ ഓഫ് A, സോറി 6 അല്ല, 4000. 4000-നേക്കാളും വലുത് അല്ലെ? 4000-നേക്കാളും വലിയ സംഖ്യ. A എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ എഴുതാം? 4000-നേക്കാളും വലിയ സംഖ്യ. അപ്പൊ നമ്പർ ഓഫ് A അത് എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം. പ്രോബബിലിറ്റി ഓഫ് A കിട്ടാനുള്ള സാധ്യത നമ്പർ ഓഫ് A ഡിവൈഡ് ബൈ നമ്പർ ഓഫ് S എന്ന് പറയുമ്പോൾ 6 ഡിവൈഡ് ബൈ 24, 6/24 ആണ് നമുക്ക് ആൻസർ കിട്ടാം. ഇനി അതിനെ വെട്ടി ചെറുതാക്കണം. 6/24 is equal to 6-നെ വെട്ടി ചെറുതാക്കുമ്പോൾ 2 ഇൻറ്റു 3, 24-നെ 2 ഇൻറ്റു 12 അല്ലെ? അപ്പൊ 2 ഇൻറ്റു ഫസ്റ്റ് ഓഫ് ഓൾ ക്യാൻസൽ ആയി പോയി. ഇനി നമുക്ക് വീണ്ടും ഇതിനെ വെട്ടി ചെറുതാക്കാം. ഇത് 3 ആണ്. താഴെ 12 നമുക്ക് 3 ഇൻറ്റു 4 ആക്കാം. 3 വെട്ടിപ്പോയി.
അപ്പൊ ഫൈനൽ ആൻസർ 1/4. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ദശാംശമാക്കണം മക്കളെ, ദശാംശമാക്കണം. അപ്പൊ 1/4 ദശാംശമാക്കാൻ നിങ്ങൾ 25 കൊണ്ട് ഇവിടെയും ഇവിടെയും ഗുണിക്കാം. അതെന്തിനാ അങ്ങനെ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 4 × 25 എന്തായി പോകും മക്കളെ? 100 പോകും. ഇവിടെ എന്താണ്? മുകളിൽ 25 കിട്ടും. 25/100 ചെയ്യാൻ വളരെ എളുപ്പമാണ്. 2 സ്ഥാനം കഴിഞ്ഞ് കുത്തിട്ടാൽ മതി. 0.25. അതാണ് ഇതിന്റെ ദശാംശ രൂപം. ഇനി ഇതിനെ പെർസെന്റേജിലേക്ക് മാറ്റണം അല്ലെ? പെർസെന്റേജിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ ഇത് തന്നെ എടുത്തോ. 25/100 ഇൻറ്റു 100. 100 വെട്ടിപ്പോയി 25%. ഫൈനൽ ആൻസർ 25%. കിട്ടിയോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അല്ലെങ്കിൽ ഇതിനെ ഗുണിച്ചാലും മതി. അതായത് 1/4 × 100 എന്ന് പറയുമ്പോ 100/4 എന്ന് പറയുമ്പോ എത്രയാണ്? 25%. ക്ലിയർ? യെസ്. അപ്പോ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞതിനകത്ത് 4000-നേക്കാളും വലുത്. ഇനി അതിനകത്ത് തന്നെയുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്ത്? 4000-നേക്കാളും ചെറുത്. ഓക്കെ, അപ്പൊ 4000-നേക്കാളും ചെറുതെന്ന് പറയുമ്പോൾ എന്തായിരിക്കും മക്കളെ പ്രത്യേകത? പ്രത്യേകത എന്തായിരിക്കും? വളരെ സിമ്പിൾ ആണെന്ന് ചെയ്യാൻ. കാരണം ആകെ 24 പേരേ ഉള്ളൂ. അതിനകത്ത് 6 എണ്ണം എങ്ങനെയാണ്? 4000-നേക്കാളും വലുതാണ്. അപ്പൊ ബാക്കി എന്തായിരിക്കും? 4000-നേക്കാളും താഴെയായിരിക്കും. സോ ബി ഈസ് ഈക്വൽ ടു നമ്പർ ലെസ് ദാൻ 4000. അതായത് 4000-നേക്കാളും താഴെയുള്ള സംഖ്യകളുടെ എണ്ണം. അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടോട്ടൽ നമ്പർ -6 ദാറ്റ് ഈസ് ഈക്വൽ ടു 18. മനസ്സിലായോ? അപ്പോ നമ്പർ ഓഫ് ബി ഈസ് ഈക്വൽ ടു 18. കണ്ടോ? അതെങ്ങനെ കിട്ടി? ടോട്ടൽ 24 ഉണ്ട്. അതായത് 6 എണ്ണം 4000-നേക്കാളും മേളിലാണ്. അപ്പോ ബാക്കി എന്താണ്? 4000-നേക്കാൾ താഴെ ആയിരിക്കും. അപ്പൊ 18 കിട്ടി. ദെൻ പ്രോബബിലിറ്റി ഓഫ് ബി കിട്ടാനുള്ള സാധ്യത നമ്പർ ഓഫ് ബി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എസ്. 18 ഡിവൈഡഡ് ബൈ 24. 18-നെ നമുക്ക് എന്താക്കാം മക്കളെ? 2 × 9. അതിനല്ല, അതിനെ 2 ശരിക്കുക. 2 × 12. അപ്പൊ 2 പിടിപ്പോയി. ഇനി 9-നെ നമുക്ക് എങ്ങനെ എന്താക്കാം മക്കളെ? 3 × 3. 12-നെ എന്താക്കാം? 3 × 4. 3 പിടിപ്പോയി. സോ ദ ഫ്രാക്ഷൻ ഈസ് 3/4. ഓക്കെ, ഇനി നമുക്ക് ദശാംശ രൂപത്തിലേക്ക് ആകണം. അപ്പൊ അതിനാണ് സാറ് പറഞ്ഞ 3/4. ഇതിനെ 25 കൊണ്ട് ഗുണിക്കുക, ഇതിനെ 25 കൊണ്ട് ഗുണിക്കുക. സോ ദിസ് ബിക്കം ഇവിടെ 100 ആവും. ഇവിടെ എത്രയാവും? 75 ആവും അല്ലെ? ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. അപ്പൊ 100-നെ 75 കൊണ്ട് 75-നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.75. ഇതാണ് അതിന്റെ എന്ത് വരുന്നത്? ദശാംശ രൂപം വരുന്നത്. ഇത് തന്നെ മറ്റൊരു രീതിയിൽ പറയാം. നേരത്തെ നമുക്ക് എത്ര കിട്ടിയ? 0.25 അല്ലേ? ബാക്കി 100-ൽ എത്ര ഉണ്ടാവും? 0.75 ഉണ്ടാവും. നേരത്തെ നമുക്ക് 25% കിട്ടിയില്ലേ? അപ്പൊ ബാക്കി 75% എന്തായിരിക്കും? 4000-നേക്കാളും താഴെയായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോ ഇതിനെ എന്താക്കണം? നമുക്കിനി എന്താക്കണം? പെർസെന്റേജിലേക്ക് മാറ്റണം. 0.75 × 100 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ 2 സ്ഥാനം അങ്ങോട്ട് മാറ്റണം. 75%. കിട്ടിയോ? അല്ലെങ്കിൽ 3/4 × എന്താണ്? 100 ചെയ്യണം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? 100 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ 25 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 75%. ക്ലിയർ ആണല്ലോ? അപ്പോ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞു. ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾസിലേക്ക് വരുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ, അതായത് ഈ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ 2 പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി ഒരു നല്ല പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നി. അതിന്റെ ആൻസർ നമ്മളുടെ ഈ പറയുന്ന ഡൗൺലോഡ് ചെയ്യുന്ന ഈ നോട്ട്സിലുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അത് സാറൊന്ന് ഇവിടെ ചെയ്യാം. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി ചെയ്തിട്ടേക്കുന്നത് കൊണ്ടാണ് നമ്മൾ അത് ഒഴിവാക്കിയിട്ടുള്ളത്. പക്ഷെ ഇതിനകത്ത് എനിക്ക് തോന്നുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ എല്ലാ കൺഫ്യൂഷൻസ് കുട്ടികൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതെങ്ങനെ കിട്ടിയെന്നുള്ളത്. ആദ്യത്തെ ചിലപ്പോൾ എളുപ്പമായിരിക്കും. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈച്ച് ഓഫ് ദ നമ്പേഴ്സ് ഫ്രം 1 to 25 is written in a slip and all these are put in a box. One slip is taken out. അതായത് 1 മുതൽ 25 വരെയുള്ള സംഖ്യകൾ എഴുതിയിട്ട് ഒരു സ്ലിപ്പിൽ എഴുതിയിട്ട് നമ്മൾ ഒരു ബോക്സിലേക്ക് ഇട്ടു. അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു. വാട്ട് ഈസ് പ്രോബിലിറ്റി ദാറ്റ് ദ നമ്പർ ഡ്രോൺ ഈസ് ആൻ ഈവൻ നമ്പർ? അതൊരു ഈവൻ നമ്പർ ആവാനുള്ള സാധ്യത എന്താണ്? ഇരട്ട സംഖ്യ ആവാനുള്ള സാധ്യത എന്താണ്? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഈസിയാണ്, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കൊടുക്കും. പക്ഷെ അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് എനിക്ക് തോന്നിയത് കുറച്ചും കൂടി ചില കുട്ടികൾക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട്. 1000-ന്റെ ഫ്രാക്ഷൻ ഒക്കെ എങ്ങനെയാണ് ഫാക്ടേഴ്സ് കാണുന്ന കാര്യത്തിൽ. ഓക്കെ, അപ്പൊ അതിനകത്ത് പറയുന്നത് 1 മുതൽ 25 വരെയുള്ള സംഖ്യകൾ ചെറിയ ചെറിയ സ്ലിപ്പിലാക്കിയിട്ട് നമ്മൾ ഒരു ബോക്സിലേക്ക് ഇട്ടു. ക്ലിയർ? യെസ്. എന്നിട്ട് കണ്ണടച്ച് അതിൽ നിന്നൊരു നമ്മളൊരു സ്ലിപ്പ് എടുത്തു. അപ്പൊ നമ്മളിവിടെ നമ്പർ ഓഫ് എസ് ടോട്ടൽ എത്രയാണ്? 25 ആണ്. എ ഇസ് ഈക്വൽ ടു ഈവൻ നമ്പർ കിട്ടണം.
ഈവൻ നമ്പർ. ആദ്യത്തെ ക്വസ്റ്റ്യൻ അതാണ്, ഈവൻ നമ്പർ. ഈവൻ നമ്പർ പറഞ്ഞാൽ മക്കളെ ഇരട്ട സംഖ്യകൾ കിട്ടണം. ഇരട്ട സംഖ്യകൾ 1 മുതൽ 25 വരെ ഏതൊക്കെ ഇരട്ട സംഖ്യകളുണ്ട്? 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24. ഇത്രയും ഇരട്ട സംഖ്യകളാണ് ഉള്ളത്. ശരിയല്ലേ? അപ്പൊ ഒന്ന് എണ്ണി നോക്കിയ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 എണ്ണം ഉള്ളത്. അപ്പൊ നമ്പർ ഓഫ് എ എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 12 എണ്ണം. മനസ്സിലായോ? 12 എണ്ണമാണ്. പ്രോബിലിറ്റി ഓഫ് എ കിട്ടാനുള്ള സാധ്യത നമ്പർ ഓഫ് എ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എസ്. 12 ഡിവൈഡ് ബൈ 25. കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. യെസ്. ഇനി അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് അബൌട്ട് ദ പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് ആൻ ഓഡ് നമ്പർ? ഒറ്റ സംഖ്യ കിട്ടാനുള്ള സാധ്യത. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇരട്ട സംഖ്യ കിട്ടാനുള്ള സാധ്യതയും ഒറ്റ സംഖ്യ കിട്ടാനുള്ള സാധ്യതയും പരസ്പരം എന്താണ്? വിപരീതമാണ്. അതായത് ഇവിടെ ഇരട്ട സംഖ്യകൾ 12 ഉണ്ടെങ്കിൽ ബാക്കി എന്തുണ്ടാവും? ഒറ്റ സംഖ്യകൾ ഉണ്ടാവും. അപ്പൊ ബി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എന്താണ്? ഓഡ് നമ്പർ. ഒറ്റ സംഖ്യകളുടെ എണ്ണം എഴുതണം. ഒറ്റ സംഖ്യകളുടെ എണ്ണം. ഓക്കെ. സീക്വൽ വഴി സാറിന്റെ നോട്ട്സിലുണ്ട്. മലയാളം മീഡിയംകാർ പേടിക്കേണ്ട, ആ നോട്ട്സ് നോക്കിയിട്ട് എഴുതിയെടുത്താൽ മതി. സാർ അതിന്റെ വഴി താഴെ കൊടുക്കുന്നത്. പക്ഷെ എക്സാക്ട് അതുപോലെ ആയിരിക്കും നമ്മളിവിടെ ചെയ്യുന്നത്. ചെയ്യുമ്പോൾ കുറെ എക്സ്പ്ലനേഷൻ ഉണ്ടാവും. നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ് എന്താണ്? ഒറ്റ സംഖ്യകളുടെ എണ്ണം. നമ്പർ ഓഫ് ബി ഇസ് ഈക്വൽ ടു ടോട്ടൽ 25 ഉണ്ട്. അത് ഈ ഇരട്ട സംഖ്യകൾ 12 ഉണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ 13 കിട്ടും. അപ്പൊ ഒറ്റ സംഖ്യകൾ ആരെണ്ണാവും? 13. അപ്പൊ വീണ്ടും ഒറ്റ സംഖ്യകൾ എഴുതണ്ട. ടോട്ടൽ 25 ഉണ്ട്. അതിനകത്ത് ഇരട്ട സംഖ്യകൾ 12 ഉണ്ട്. അപ്പൊ 25 12 കുറച്ച് ബാക്കി 13 ആയിരിക്കും എന്ത്? ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത്. ദെൻ പ്രോബിലിറ്റി ഓഫ് ബി, ആ ഒറ്റ സംഖ്യകൾ കിട്ടാനുള്ള സാധ്യത നമ്പർ ഓഫ് ബി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എസ് ഇസ് ഈക്വൽ ടു 13/25. അപ്പൊ അതും കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ഫ്രം ദിസ് ബോക്സ്? ഈ ബോക്സിൽ നിന്ന് നമുക്ക് എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 3 കിട്ടണം. 3ന്റെ ഗുണിതങ്ങൾ കിട്ടണം. 3ന്റെ ഗുണിതങ്ങൾ. ഓക്കെ. അപ്പൊ അതിനകത്ത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സി എന്ന് കൊടുക്കാം. എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പൊ ആ സിയിൽ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം ചില പ്രോബ്ലം നമ്മൾ ഇങ്ങനെ എഴുതി നോക്കണം, എന്നാലേ കിട്ടുള്ളൂ. അപ്പൊ 3ന്റെ പട്ടിക നമുക്ക് ചൊല്ലാം. 1 3 3 2 4 3 9 4 3 12 5 3 15 6 3 18 7 3 21 7 3 24. ഇത്രയും സംഖ്യകളാണുള്ളത്. ഒന്ന് എണ്ണി നോക്കിയാൽ 1 2 3 4 5 6 7 8 സംഖ്യകളാണുള്ളത്. സോ നമ്പർ ഓഫ് സി എന്ന് പറയുന്നത് 8. ഓക്കെ. ദെൻ പ്രോബിലിറ്റി ഓഫ് സി. പ്രോബിലിറ്റി ഓഫ് സി കിട്ടാനുള്ള സാധ്യത നമ്പർ ഓഫ് സി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ 8 ഡിവൈഡ് ബൈ 25. കഴിഞ്ഞു മക്കളെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിനകത്ത് തന്നെ ഉള്ളത് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 6 ഫ്രം ദിസ് എന്താണ്? ബോക്സ്. 6ന്റെ മൾട്ടിപ്പിൾ. ഇതേപോലെ തന്നെ 6ന്റെ മൾട്ടിപ്പിൾസ്. നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യന് ഡി എന്ന് പേരിടുക. എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് എന്താണ്? 6. 6ന്റെ ഗുണിതം. 6ന്റെ ഗുണിതം എന്തൊക്കെയാണ്? 1 6 2 6 12 3 6 18 6 4 24. എത്ര സംഖ്യകളുണ്ട് മക്കളെ? 4 സംഖ്യകളുണ്ട്. അപ്പൊ നമ്പർ ഓഫ് ഡി, ഡിയുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 4 ആണ്. പ്രോബിലിറ്റി ഓഫ് ഡി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ 4 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എസ് എത്രയുണ്ട്? 25. മനസ്സിലായോ? ഈ നമ്പർ ഓഫ് എസ് എന്ന് നിങ്ങൾ എഴുതിയ പ്രശ്നമൊന്നുമില്ല, കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതിന്റെ എണ്ണം ഡിവൈഡ് ബൈ ടോട്ടൽ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിളിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നേ. അതാണ് ചില കുട്ടികൾക്ക് കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്, ചെയ്തിട്ടുള്ളവർക്ക് കേട്ടോ. അത് വായിച്ചു നോക്കിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ടെസ്റ്റ് തുറന്ന് നോക്കുക. രണ്ടാമത്തെ ഉത്തരം അവിടെ ഉണ്ടെന്ന് വിചാരിച്ചാൽ അത് വിട്ട് കളയരുത്. ചിലപ്പോൾ അത് ചോദിച്ചാൽ എക്സാമിന് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫൈനൽ എക്സാമിനൊക്കെ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. SSLCക്കൊക്കെ കഴിഞ്ഞ വർഷവും ചോദിച്ചത് തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിൽ നിന്നാണ്, അതായത് എക്സാമ്പിളിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതൊന്നും വിട്ട് കളയരുത്. എല്ലാ എക്സാമ്പിളും പഠിച്ചേക്കണം. നോക്കാം. If a number is drawn from the number 1 2 3 to 1000, right ഉണ്ടല്ലേ? ഓക്കെ. 1000. What is the probability that it is a factor of 1000? ഓക്കെ. അപ്പൊ ചോദിച്ചാൽ ഫാക്ടർ ഓഫ് 1000 ആവാനുള്ള സാധ്യത എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 1 മുതൽ 1000 വരെയുള്ള സംഖ്യകളാണ്. ഓക്കെ. അപ്പൊ 1 മുതൽ 1 2 എന്താണ്? 1000. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് എസ് എന്ന് പറയുന്നത് 1000. 1000 സംഖ്യകളാണ്. 1 മുതൽ 1000 വരെയുള്ള സംഖ്യ. ഇത് എന്തിന്റെ ഫാക്ടർ ആവണം? നമ്മൾ തിരഞ്ഞെടുക്കണം. നമ്മൾ കണ്ണടച്ചാൽ ഒരു സംഖ്യ എടുക്കണം, പക്ഷെ അത് 1000ന്റെ ഫാക്ടർ ആവണം. ഫാക്ടർ ആകണം എന്ന് പറഞ്ഞാൽ എന്താ? നോക്കി. ഇപ്പൊ 6ന്റെ ഫാക്ടർ ആരൊക്കെയാണ്? 2 into 3 6 ആണ്. അതുപോലെ തന്നെ 6 into 1 6 ആണ്. 6ന്റെ ഫാക്ടർ വരുന്നത് 1 ഫാക്ടർ ആണ്, 2 ഫാക്ടർ ആണ്, 3 ഫാക്ടർ ആണ്, 6 ഫാക്ടർ. അപ്പൊ 4 ഫാക്ടർ ആണുള്ളത്. ക്ലിയർ ആണോ?
യെസ്. അപ്പൊ അതേപോലെ ഈ 1000 കിട്ടണമെങ്കിൽ ഇപ്പൊ 500 ഇൻറ്റു 2 1000 അല്ലേ. അപ്പൊ 500ഉം 1000ത്തിന്റെ ഫാക്ടറാണ്, രണ്ടും എന്താണ് 1000ത്തിന്റെ ഫാക്ടർ. അപ്പൊ നിങ്ങൾ കണ്ണടച്ച് സംഖ്യ എടുത്തപ്പോ 2 കിട്ടി, ശരിയാണ്, 1000ത്തിന്റെ ഫാക്ടറാണ്. 3 കിട്ടി, 1000ത്തിന്റെ ഫാക്ടർ അല്ല. മനസ്സിലായോ? അപ്പൊ നമ്മൾ 1000ത്തിന്റെ ഫാക്ടർ ആണോ അല്ലേ എന്നുള്ളത് എങ്ങനെ മനസ്സിലാവും, എത്ര ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാവും? നമുക്ക് 1000ത്തിന് എന്ത് ചെയ്യാം, ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. 1000 ഡിവൈഡ് ബൈ, ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 10 വെച്ചിട്ടാണ് അല്ലേ. അപ്പൊ ഒരു 100 കിട്ടും നമുക്ക്, ഒരു 0 പോയി 100. വീണ്ടും നമുക്ക് 10 വെച്ച് ചെയ്യാം, 10 കിട്ടി. അപ്പൊ 1000 എന്ന് പറഞ്ഞാൽ മക്കളെ 10 ഇൻറ്റു 10 ഇൻറ്റു 10. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു 10ന് സാർ എടുക്കുക, 10 ഹരണം 2 5. അപ്പൊ ഒരു 10 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 5 ആണ്. ഈ ഒരു 10ന് സാർ എന്ത് ചെയ്തു, 2 ഇൻറ്റു 5. അടുത്തൊരു 10ന് അങ്ങനെ എഴുതി 2 ഇൻറ്റു 5. അടുത്തൊരു 10ന് അങ്ങനെ എഴുതി 2 ഇൻറ്റു 5. അപ്പൊ 2 എത്ര പ്രാവശ്യം വരുന്നുണ്ട് മക്കളെ, 2 3 പ്രാവശ്യം വരുന്നുണ്ട്, 2 ഇൻറ്റു 2 ഇൻറ്റു 2. 5 എത്ര പ്രാവശ്യം വരുന്നുണ്ട്, 5 3 പ്രാവശ്യം വരുന്നുണ്ട്, 5 ഇൻറ്റു 5 ഇൻറ്റു 5. കണ്ടോ, അപ്പൊ 2 3 പ്രാവശ്യം വരുന്നുണ്ട്, 5 3 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൊള്ളേ 2⁻³ ഇൻറ്റു 5 3 പ്രാവശ്യം 5⁻³ മക്കളെ. ഇതാണ് നമ്മൾ ഇതിന്റെ ഒരു ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ 1000 എന്ന് പറഞ്ഞാൽ 2⁻³ ഇൻറ്റു 5⁻³ ആണ്. ഇനി നമുക്കിത് ഓരോന്നും ഇങ്ങനെ എടുത്ത് എഴുതാം, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, നോക്കിക്കോളൂ. 2⁻³ ഇൻറ്റു 2⁻5. 2⁻³ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ആദ്യത്തെ സെറ്റ്. ഇതിനകത്ത് 2⁻0 ഉണ്ട്, 2⁻1 ഉണ്ട്, 2⁻2 ഉണ്ട്, 2⁻3. കണ്ടാ, ഇതൊക്കെയാണ് നമ്പറുകൾ. അടുത്ത സെറ്റ് ഇവിടം വരെ, സോറി 5⁻3. ഓക്കെ, ഇവിടെ വരുമ്പോൾ 5⁻0 ഉണ്ട്, 5⁻1 ഉണ്ട്, 5⁻2 ഉണ്ട്, 5⁻3. ഓക്കെ, ഇനി ഇതിന്റെ കോമ്പിനേഷൻ ഇയാൾ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. നമ്മൾ മനസ്സിലാക്കണം, ഒരു സംഖ്യയുടെ മീനിന് 0 ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരം 1 എന്നാണ്. അപ്പൊ ഇതിന്റെ ഉത്തരം 1, ഇതിന്റെ ഉത്തരം 1. അപ്പൊ 1 ഇൻറ്റു 1 1, ഒരു ഫാക്ടർ 1 ആണ്. 1000ന്റെ ഒരു ഫാക്ടർ 1 ആണ്. അതായത് 1000 ഇൻറ്റു 1000 ആണ്. കണ്ടാ, ഒരു ഫാക്ടർ 1 ആവാം. യെസ്. അടുത്തത് ഇതുമായിട്ട് കണക്ട് ചെയ്യാം. കണ്ടാ, അതായത് 2⁻0 എന്ന് പറയുന്നത് 1 ആണ്, ആൻസർ 1 ആണ്. 1 ഇൻറ്റു 5⁻1 എന്ന് പറഞ്ഞാൽ ആ സംഖ്യ തന്നെയാണ്, 1 ഇൻറ്റു 5. അപ്പൊ അടുത്ത ഫാക്ടർ കിട്ടി 5. ഇനി ഇതേ ഇൻറ്റു ഇത്. ഓക്കെ, 1 ഇൻറ്റു 5² എത്രയാണ്, 25. അപ്പൊ അടുത്ത ഫാക്ടർ കിട്ടി 25 ആണോ. ഇതേ ഇൻറ്റു ഇത്, അതായത് 1 ഇൻറ്റു 5⁻3. 5⁻3 എന്ന് പറഞ്ഞാൽ 125. അടുത്ത ഫാക്ടർ 125. അപ്പോ 4 ഫാക്ടർ കിട്ടി, 1 കിട്ടി, 5 കിട്ടി, 25 കിട്ടി, 125 കിട്ടി. 4 എണ്ണം. ഇത് വെച്ചിട്ട് 4 എണ്ണം, ഇതും വെച്ചിട്ട് 4 എണ്ണം, ഇതും വെച്ചിട്ട് 4 എണ്ണം, ഇതും വെച്ചിട്ട് 4 എണ്ണം. മനസ്സിലായോ? ഓരോന്നും വെച്ച് 4 എണ്ണം, 4 ഇൻറ്റു 4 ഇൻറ്റു 4 ഇൻറ്റു 4, സോറി 4 പ്ലസ് 4 പ്ലസ് 4. അപ്പൊ എത്ര, 4 പ്ലസ് 4 8, പ്ലസ് 4 പ്ലസ് 4 8, 8 പ്ലസ് 8 16. ടോട്ടൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 16 ഫാക്ടേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. മനസ്സിലായോ? ഇനി ഇത് വെച്ച് നോക്കിയേ, 2⁻1 ഇൻറ്റു 5⁻0. 5⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോ 2⁻1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ 2 ഇൻറ്റു 1, ആൻസർ 2. 2 ഒരു ഫാക്ടർ ആണ്. മനസ്സിലായോ? അതായത് 2⁻2 ഇത് ചെയ്യാം. കണ്ടോ, 2 ഇൻറ്റു 5 10. അടുത്തത് 2 ഇൻറ്റു 25 50. കണ്ടോ, അടുത്തത് 2 ഇൻറ്റു 125 250. ഇതൊക്കെ ഫാക്ടറാണ്. അങ്ങനെ നിങ്ങൾക്ക് എത്ര 16 എണ്ണം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നിങ്ങളത് ചെയ്ത് നോക്കുക. ഒരു എക്സാമ്പിളോടും പറയാം. സപ്പോസ് ഇത് രണ്ടും തമ്മിലാണ് ഗുണിക്കുമ്പോൾ എങ്ങനെ വരും, 2⁻3 ഇൻറ്റു 5⁻3 1000 തന്നെ വരും. അപ്പൊ അവസാനം വരുമ്പോൾ 1000 തന്നെ ആൻസർ കിട്ടും. 2⁻3 ഇൻറ്റു ഇത് ചെയ്യുകയാണെങ്കിലോ, 2⁻3 എത്രയാണ്, 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8 ഇൻറ്റു ഇത് എത്രയാണ്, 5² 25 അല്ലെ, അതായത് 200 വരും. ക്ലിയർ? അങ്ങനെ 16 സംഖ്യകൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 16 എണ്ണമേ ഉള്ളൂ. കണ്ടോ, ഇത് വെച്ചിട്ട് 4 എണ്ണം, ഇത് വെച്ചിട്ട് 4 എണ്ണം, അപ്പൊ 8, ഇത് വെച്ചിട്ട് 4 എണ്ണം, അപ്പൊ എത്ര, 8 4 12, ഇത് വെച്ചിട്ട് 4 എണ്ണം, അപ്പൊ 16 സംഖ്യകളാണ് ഉള്ളത്. അത്രയും ക്ലിയർ ആണല്ലോ. അപ്പൊ 1000ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് മക്കളെ 16 സംഖ്യകളാണ്. ഓക്കെ, അത് കാണാൻ പഠിച്ചു വെച്ചാലും അത് കുഴപ്പമൊന്നുമില്ല. അപ്പോ A is equal to ഫാക്ടേഴ്സ് ഓഫ് എന്താണ് 1000
നമ്പർ ഓഫ് എ ഈസ് ഈക്വൽ ടു 16. പ്രോബിലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 16/1000. ഇതാണ് ആൻസർ അല്ലേ. ഇനി ഇതിനെ നമുക്ക് സിമ്പിൾ ആക്കി എഴുതണമെങ്കിൽ 16 നമുക്ക് 2 ഇൻറ്റു 8 എന്ന് എഴുതാം. 1000 നമുക്ക് എന്ത് എഴുതാം? 125 ഇൻറ്റു 8 എന്ന് എഴുതാം. മനസ്സിലായോ? 125 ഇൻറ്റു 2 250 ഇൻറ്റു 2 500 ഇൻറ്റു 2 എന്താണ് 1000. മനസ്സിലായോ? അപ്പൊ 125 ഇൻറ്റു 8 എന്ന് എഴുതാം. ഇപ്പൊ 8 വെട്ടിപ്പോയി. ബാക്കി നമുക്ക് വരുന്നത് 2/125. ദിസ് ഈസ് ദി എന്താണ് ആൻസർ എന്ന് പറയുന്നത്. പിന്നെ പെർസെന്റേജിലേക്ക് ആക്കണമെങ്കിൽ 16/1000 നമുക്ക് എന്ത് ചെയ്യാം? 100 കൊണ്ട് ഗുണിക്കാം. 0 വെട്ടിപ്പോയി 0 വെട്ടിപ്പോയി. 16/10 ദാറ്റ് ഈസ് 1.6%. ഓക്കെ, ഇതാണ് ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ, മനസ്സിലായല്ലോ അല്ലേ. ഇനി ഇതേ സാധനം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 16 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു 2 ഇൻറ്റു 2 2 ഇൻറ്റു 2 4 4 ഇൻറ്റു 2 8 8 ഇൻറ്റു 2 16 ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം 2⁴ എന്ന് എഴുതാം. ഓക്കെ, 1000 നമ്മളിപ്പോ പഠിച്ചല്ലോ. 1000 എങ്ങനെ എഴുതാം? 2�3 ഇൻറ്റു എന്താണ് 5�3. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടുത്തെ 3 2 വെട്ടിപ്പോയി. ഇവിടുത്തെ 3 പോയി ബാക്കി ഒരെണ്ണമാവും. അപ്പൊ മുകളിൽ 2⁻1 താഴെ 5�3 വരും. അതായത് 2⁻1 2ഉം 5�3 125. ഇങ്ങനെയും ഈ ഉത്തരത്തിലേക്ക് എത്താം കേട്ടോ. അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താഴെ ഇതിന്റെ എന്താണ് സൊല്യൂഷൻസ് PDF രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ട്സ് എഴുതിയിട്ട് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്ത ഒരു എക്സസൈസിന്റെ സൊല്യൂഷനുമായിട്ടാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മൾ എല്ലാ വീഡിയോസിന്റെ എല്ലാ ചാപ്റ്റേഴ്സിന്റെ സൊല്യൂഷൻസ് ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു വെരി മച്ച്.